രാത്രി 8:56 സമയത്ത് വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ്. വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വീതി കൂടിയ 6 വരി പാതയിലൂടെ ഒരു വണ്ടി വരികയാണ്, കാറ്. അത് വന്ന് വീതി കൂടിയ റോഡ് അവസാനിച്ച് അത് സർവീസ് റോഡിലേക്ക് കയറുന്നിടത്ത് ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. കാറ് നേരെ വന്ന ബാരിക്കേഡിൽ ഇടിച്ചു. ആ സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമയമാണ്. ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി. കാറിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഓടിക്കൂടും. പക്ഷേ കാറിൻ്റെ ചില്ല് താത്തിയ മനുഷ്യൻ, കാണാൻ ഒരു 55-60 വയസ്സ് പ്രായം തോന്നിക്കുന്ന മാന്യനായ ഒരു മനുഷ്യൻ ഓടി വന്ന ആളുകളെ തെറി വിളിക്കാൻ തുടങ്ങി. അയാൾ ഭയങ്കര തെറി വിളിക്കുന്നു. ആളുകൾ, ഈ ഓടിക്കൂടിയ ആളുകൾക്ക് ദേഷ്യം വന്നു. അവരാ മനുഷ്യനെ കാറിൽ നിന്ന് പിടിച്ച് പുറത്തിട്ടു. അയാൾ പിന്നെയും തെറി വിളിക്കാണ്. ആൾക്കാർ തല്ലാൻ തുടങ്ങി. ഒരാൾ മുഖത്തൊരടി കൊടുത്തപ്പം അയാൾ തിരിച്ചിങ്ങോട്ടും തല്ലി. അങ്ങനെ അവിടെ അടിപിടിയായി. ആളുകൾ ചേർന്ന് ഇയാളെ മർദ്ദിച്ചു. ആകെ പ്രശ്നമായി. ആരോ വിളിച്ച് പോലീസ് വന്നു. പോലീസ് ഈ മനുഷ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നെയാണ് നമ്മൾ അറിയുന്നത്, നമുക്ക് തൊട്ടടുത്തുള്ള കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ യൂറോളജിയിലെ ഡോക്ടറായ ഒരു മനുഷ്യനായിരുന്നു അയാൾ എന്ന്. ഇന്നലെ അൽമാസ് ഹോസ്പിറ്റലിൽ പത്രക്കുറിപ്പ് ഇറക്കി, അയാളെ ഹോസ്പിറ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന്. കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റായ 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഡോക്ടർ ഉപയോഗിച്ചത് മദ്യമല്ല, അയാൾ ഉപയോഗിച്ചത് ഇന്ന് ആധുനിക ലോകത്ത് കിട്ടുന്ന മയക്കുമരുന്നായ MDMA പോലെയുള്ള സാധനമാണ്. ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഡോക്ടറെ കുറിച്ച്. 5 കൊല്ലം MBBS-ഉം 3 കൊല്ലം MD-യും പഠിച്ച് ഒരു ഹോസ്പിറ്റലിൽ മൂത്രാശയമായ കാര്യങ്ങളെ സംബന്ധിച്ച്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ പോലും ഇത്തരത്തിലുള്ള ഒരു മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പേരാണ് ലഹരി. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് ഒരിക്കലും പിന്മാറാൻ കഴിയാതെ നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ലഹരി, അതിൻ്റെ പേരാണ് രാസലഹരിയുടെ ലോകം. ഞാൻ ഇതാണ് ഒന്നാമതായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ സൂചിപ്പിച്ച ഇന്നത്തെ വാർത്ത, ഇന്ന് മാർച്ച് 9 മലയാള മനോരമ പത്രം ഇന്ന് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്, ഒന്നാമത്തെ പേജിലെ ഒരു ന്യൂസ്, കേരളം എങ്ങോട്ട് ? 59 ദിവസം കൊണ്ട് 65 കേസുകൾ, 70 കൊലപാതകങ്ങൾ, 2721 ലഹരി കേസുകൾ. ഈ വർഷം മാർച്ച് 7 വരെയുള്ള കണക്കാട്ടോ പറയുന്നത്. 266 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 83 ഗ്രാം MDMA പിടിച്ചെടുത്തു. 9.6 കിലോ 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 173 കഞ്ചാവ് ബീഡി പിടിച്ചെടുത്തു. ഗവർണറും മുഖ്യമന്ത്രിയും യോഗം വിളിച്ചു. ഇനിയോ പ്രതികൾ കൂടുതലും ലഹരിക്ക് അടിമപ്പെട്ടവർ. സുഹൃത്തുക്കളുടെ തർക്കം കാരണം 17 കൊലപാതകം. ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ പത്രം. പ്രിയപ്പെട്ടവരെ, കൊറോണ കഴിഞ്ഞ് 2022 ശേഷം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സദസ്സിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല, പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, ഇതൊരു തുടക്കം മാത്രമാണ് എന്ന്. നിങ്ങൾക്കറിയോ, ലഹരി വ്യാപിച്ചിരിക്കുന്നു. ലഹരി വ്യാപനത്തിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടവും കഴിഞ്ഞു. ഇപ്പം ലഹരിയുടെ 3-ാം ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഞാനല്ലത് പറയണത്, ഇത് പറയുന്നത് എക്സൈസ് ഓഫീസർമാരും പോലീസുകാരും ഒക്കെയാണ് പറയുന്നത്. ലഹരി വ്യാപനത്തിൻ്റെ 3-ാമത്തെ ഘട്ടം എത്തിയിരിക്കുന്നു. സർവവും നശിപ്പിച്ച് ആ ലഹരി വ്യാപനം കൂടും. എന്നിട്ട് ഇനി ഇത് ഈ നാശത്തിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗത്തിലെത്തിയിട്ട് വേണം ഇത് ഇനി താഴ്ന്നു വരാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയണത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? കണ്ടാലറയ്ക്കുന്ന വാർത്തകൾ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ? ഒരു നഴ്സിംഗ് കോളേജിൽ ഒരു കുട്ടിയെ പിടിച്ച് ഉടുപ്പഴിച്ച് കിടത്തുന്നു. അവൻ്റെ നെഞ്ചിലും അവൻ്റെ ശരീരത്തിലും മുഖത്ത് ഉൾപ്പെടെ അവർ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുന്നു. എന്നിട്ട് അവനെ കയ്യും കാലും കട്ടിലിൽ കെട്ടിയിടുന്നു. ആ കയ്യും കാലും കെട്ടിയിട്ട ചെറുക്കൻ്റെ അവർ വരഞ്ഞു വെച്ച് ചോര പൊടിക്കുന്ന മുറിയിലേക്ക് ബാത്റൂം കഴുകുന്ന ലോഷൻ തേക്കുന്നു. നീറി എരിയുമ്പം അവൻ കരയുമ്പോൾ അവൻ്റെ വായിലൊരു സ്പൂണ് തല തിരിച്ച് ഇറക്കി വെക്കുന്നു. സ്പൂൺ ഇറക്കി വെച്ചാലുള്ള ഗുണം എന്താ അറിയോ? വായ തുറക്കുമ്പോൾ സ്പൂൺ അകത്തേക്ക് അണ്ണാക്കിലേക്ക് കുത്തും. അപ്പോൾ വായ തുറക്കൂല.
എന്നിട്ട് ചേട്ടാ വേദനിക്കുന്നു എന്ന് പറയുന്ന കുട്ടിയുടെ കാലിൻ്റെ തുട മുതൽ താഴെ പാദം വരെ കോമ്പസ് കൊണ്ട് കുത്തുന്നു. ലഹരി ഉപയോഗിച്ച് ഭ്രാന്തായ കുറേ ചെക്കന്മാര്. നമ്മൾ കേട്ടൊരു വാർത്ത തന്നെ അല്ലേ? ആ വീഡിയോ കണ്ടിരിക്കാൻ വയ്യ. അവർ തന്നെ പുറത്തുവിട്ട വീഡിയോ, കണ്ടിരിക്കാൻ വയ്യാത്തൊരു വീഡിയോ. നമ്മൾ കുട്ടികളെ കുറിച്ച് കേട്ട വാർത്തയാണിത്. കഴിഞ്ഞോ? ഇല്ല. അതിനുശേഷമോ 23 വയസ്സുള്ള ഒരു ചെറുക്കൻ ഒരു ചുറ്റികയും കൊണ്ട് 25 കിലോമീറ്റർ പരിസരത്തെത്തി തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എല്ലാ വിമുക്തി എന്ന് പറയുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, വിമുക്തിയിലും എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി, തുടങ്ങാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കി. നമ്മൾ അന്നേ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് പ്രശ്നമാണ്. ഇറങ്ങുന്ന സിനിമകൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇറങ്ങുന്ന സിനിമകൾ, ആ സിനിമകൾ ഉണ്ടാക്കുന്ന വയലൻസ് ചെറുതല്ല. എന്തൊക്കെയാ ആളുകൾ നോക്കൂ. പുതിയതായിട്ട് ഇറങ്ങുന്ന പാട്ട് പാടണമെങ്കിൽ തന്നെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം വേണം. കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടിയെന്ന തലയും വെട്ടും എന്നൊക്കെ പാടണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, പാട്ടിൻ്റെ വരിക, ഒരു പാട്ടിൻ്റെ വരിക. നേരത്തെ സഹോദരൻ റാഫി ചമ്പ്രങ്ങളോട് സൂചിപ്പിച്ചു, നമ്മൾ സംഗീതമില്ലാതെ ഏറ്റവും അർത്ഥഗർഭമായ പാട്ടുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് ആർക്കാ കൂട്ടരെ ആ പാട്ട് വേണ്ടത്? ആർക്കാ വേണ്ടത്? അർത്ഥഗർഭമായ പാട്ടുകൾ 100 എണ്ണം കൊടുത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമൂഹത്തിന്. ഏതെങ്കിലും ഒരു പാട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ നമ്മുടെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാറുണ്ടോ? നമ്മൾ സംസാരിക്കേണ്ടത് ഇസ്ലാമിക് പാരന്റിങ്ങിനെ കുറിച്ചാണ്. ജന്നത്തിലെത്തണം നാം ഒന്നിച്ച്, ജലാലിൻ്റെ വിധി പാലിച്ച്, മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. നമ്മൾ കൊടുത്ത പാട്ടാ കുട്ടിക്ക്. സിനിമ കൊടുത്ത പാട്ടെന്താ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഈ കുട്ടിക്ക് ചോര കാണുമ്പോൾ എന്താ കൂട്ടരെ തോന്നുക? എന്താ തോന്നുക? കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടിയെന്ന തലയും വെട്ടും, ഡും ഡും ഡും. ഈ കുട്ടിക്ക് ചോര കണ്ടാൽ എന്താ തോന്നുക? തൻ്റെ സുഹൃത്തിനെ കട്ടിലിൽ പിടിച്ച് കിടത്തി കെട്ടിയിട്ട് നെഞ്ചത്ത് ബ്ലേഡ് കൊണ്ട് വരച്ചിട്ട് ലോഷം പുരട്ടിയിട്ട് അവൻ നീറിപ്പുകഞ്ഞ് കരയുമ്പോഴും അവന് കിട്ടുക ആനന്ദമാണ്. നമ്മുടെ സിനിമയും നമ്മുടെ മീഡിയകളും നമ്മുടെ റീൽസും ഷോർട്സും ഒക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ മലീമസപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്, വലിയ വാക്കിൽ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ കേട്ടില്ല. ഇപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ച് തിരിച്ചു, പുതിയൊരു സിനിമ വയലൻസ് മാത്രം ഉള്ള ഒരു സിനിമ. ആ സിനിമയ്ക്ക് OTT പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാൽ മൊബൈലിലും TV-യിലും ഒക്കെ അതിനെ കാണാനുള്ള OTT പ്ലാറ്റ്ഫോമിൽ അതിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നു. ആ സിനിമ എന്താ? മാർക്കോസോ എന്നൊരു സിനിമൻ്റെ പേരും പറഞ്ഞു. ആ സിനിമയിൽ മുഴുവൻ ഇടിയും കുത്തും കൊലപാതകമാണ്. അനങ്ങിയ കൊല്ലല, വെടിവെച്ചവനെ വീണ്ടും വെടിവെക്കാണ്, ശാപത്ത് കുത്താണ്. എന്നിട്ടോ ആ സിനിമക്ക് ഇപ്പോൾ OTT ഇപ്പോഴാണ് നേരം വെളുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർക്കാരുകൾക്ക് ഇരട്ടത്താപ്പുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ഒരു ഭാഗത്ത് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ആരാ നടത്തുന്നത് അറിയും? സർക്കാർ. മറുഭാഗത്ത് പാലക്കാട് വലിയൊരു സ്ഥലം കൊടുത്തിരിക്കുകയാണ് കള്ള് ഉണ്ടാക്കാൻ. ഒരു ഭാഗത്ത് കൂടെ കള്ള ഒഴുക്കാണ്, മറുഭാഗത്ത് കൂടിയ കുറേ ഫണ്ട് അടിച്ചു മാറ്റിയിട്ട് വിമുക്തി പരിപാടികൾ. നമുക്ക് ഇരട്ടത്താപ്പുണ്ട് ഗവൺമെൻറ്റുകൾക്ക്. അതുകൊണ്ട് ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇനി കേരളത്തിൽ 59 ദിവസത്തിൽ 60 കേസല്ലേ ആയിട്ടുള്ളൂ, 70 കൊലപാതകമല്ലേ ആയിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നുണ്ട്. എത്രയോ ഉമ്മമാർക്ക് നേരെ ഇനിയും കോടാലികൾ ഉയരും, എത്രയോ പേർക്ക് നേരെ ഇനിയും കൊലക്കത്തികൾ ഉയരും. കാരണം എന്താ? അത്രമേൽ വ്യാപിച്ചിരിക്കുന്നു ലഹരി. ഗവൺമെൻറ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറയാണ് 70% കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ ലഹരിക്കടിമകളാണ് എന്ന്. ഞാനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് ഉളുപ്പില്ലാതെ നിയമസഭയിൽ 2-3 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറയാണ്, എന്താ പറയണത്? ഡാ മോനെ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് കുട്ടികളൊക്കെ കൂടി ഗുണ്ടാ സംഘത്ത് ചേരാൻ പോയത് വാർത്ത ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതല്ലേ ഞങ്ങൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? അല്ലേ? ഇതാരെങ്കിലും കേട്ടോ? ആരെങ്കിലും ഇതിനു വേണ്ടി മുന്നോട്ട് വന്നോ? ഗവൺമെന്റുകൾ നടപടിയെടുത്തോ? ഈ വൃത്തികെട്ട സിനിമകൾ ഇനി ഇറങ്ങാൻ പാടില്ല ഗവൺമെന്റ് പറഞ്ഞോ? ഇത്തരം പാട്ടുകൾ ഇറങ്ങാൻ പാടില്ല ഗവൺമെന്റ് പറഞ്ഞോ? ഇല്ല. ഇതിനൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ, ഇതിനൊന്നും എന്തിനാ താമരശ്ശേരിയിൽ ഒരു കുട്ടി കൊല ചെയ്യപ്പെട്ടത്? എന്തിനാ? DJ പാട്ടാണ് അല്ലേ? ഒരു ട്യൂഷൻ ക്ലാസ്സിൽ സെന്റ് ഓഫിൻ്റെ അന്ന് പാട്ടാ. 2 സ്കൂളിലെ കുട്ടികളാ. ഒരു സ്കൂളിലെ കുട്ടികൾ DJ പാട്ടിട്ട് ഡാൻസ് കളിച്ചു. എന്നിട്ടോ ആ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തരം, നേരത്തെ റാഫി ചമ്പ്ര നിങ്ങളോട് സൂചിപ്പിച്ച ഡോപ്പമിൻ, സിറോട്ടോണിൻ തുടങ്ങിയ ഹോർമോൺ ഉണ്ടല്ലോ, ഇതെങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ലഹരി ഉണ്ട്.
ലഹരി എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മാത്രമെന്നാ ഇവരൊക്കെ വിചാരം. അല്ല, പാട്ടുണ്ടാക്കുന്ന ഒരു ലഹരി ഉണ്ട് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ പൊന്തുണേ. ആ സാധനത്തിന്റെ അകത്ത് അവന്റെ വികാരങ്ങൾ ഉണരും. അതങ്ങനെ അങ്ങനെ കേട്ട വികാരങ്ങൾ ഉണരുകയാണ്. ആ ഉണർന്നിരിക്കുന്ന വികാരത്തിലേക്കാണ് ഈ കൂക്കുംപൊളി ഉണ്ടാവുന്നത്. രണ്ടാമത്തെ സ്കൂള് ഡാൻസ് കളിക്കുമ്പോൾ കറണ്ട് പോയി, പാട്ട് കട്ടായി. ഒന്നാമത്തെ സ്കൂളുകാർ കൂവി, ആദ്യത്തെ സ്കൂളുകാർ ചെന്ന് ഇവരെ തല്ലി. ആ തല്ല് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുക്കനെ കൊണ്ടുപോയിട്ട് നെഞ്ചാക്ക് ഉപയോഗിച്ച് തലക്കടിച്ച് കൊല്ലുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, അവനെ അടിച്ചു കൊന്നത് ഇവന്റെ സുഹൃത്തുക്കളാ. ചങ്കിന് പിടിക്കുന്ന ചങ്കുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ എവിടെ എത്തിയതെന്ന്. അതുകൊണ്ട് കാലം കുറേയായി നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി സംസാരിക്കേണ്ടത് ലഹരിയെക്കുറിച്ചല്ല, നമ്മൾ സംസാരിക്കേണ്ടത് ഇസ്ലാമിക് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. ഇന്നത്തെ മക്കളെ ഒരു സ്ഥിതി എന്താ? നമ്മൾ ഈ മക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആധുനിക മക്കളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു കടപ്പാടില്ല, ഒന്നിനോടും കടപ്പാടില്ല, ലക്ഷ്യങ്ങളില്ല. പഠിക്കണം, മുന്നോട്ട് പോകണം, ലക്ഷ്യമില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളെ നാട്ടുകാരെ ഇഷ്ടമല്ല. ഞാൻ കുട്ടികളെ കുറിച്ചാണ് പറയണേ. കടപ്പാടുകളില്ല, ബന്ധങ്ങളില്ല, ലക്ഷ്യങ്ങളില്ല, രാത്രി വൈകിയുള്ള അനാവശ്യ സഞ്ചാരങ്ങൾ. കുട്ടികൾക്കൊക്കെ ഒരു 9ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഉപ്പനോട് പറയും ഞാൻ രാത്രിയേ വരുള്ളൂ. ചോദ്യം ചെയ്താൽ വീട്ടിൽ പ്രശ്നം, കലഹങ്ങൾ. രാത്രി 12 മണി വരെ ഉറങ്ങാതെ കിടന്ന് മൊബൈൽ ഫോണിനകത്ത് തോണ്ടിയിരിക്കും. എന്നിട്ടോ ഉച്ചക്ക് 1 മണി വരെ കിടന്നുറങ്ങും. ഞാൻ കുട്ടികളെ കുറിച്ചാണ് പറയണേ. ഉച്ചക്ക് 1 മണി വരെ കിടന്നുറങ്ങും. സ്വന്തം വീട്ടിലെ പറമ്പിലെ ഒരു പണിയും ചെയ്യൂല. എന്തെങ്കിലും ഒരു സാധനമാവുന്ന ശരിയാക്കും മോനെ പറഞ്ഞാൽ നടക്കൂല, ഒരു പണിയും ചെയ്യൂല. ചെറിയ പൈസക്കുള്ള വസ്ത്രങ്ങൾ, അണ്ടർവെയർ പോലും ധരിക്കില്ല, ബ്രാൻഡ് മാത്രം. ഒരു ചെരുപ്പ്, ലോക്കൽ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞാൽ പോലും ഇഷ്ടപ്പെടാത്ത കുട്ടികൾ. സ്വന്തം വരുമാനം, ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് ജീവിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവർ. ഒരു 9ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. +1നും +2നും പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ കാറ്ററിങ്ങിൻ്റെ പണിക്ക് പോകുന്നുണ്ടാവും. പ്ലേറ്റ് കഴുകാൻ, ഒരു പ്ലേറ്റ് കഴുകിയാൽ 2 റുപ്യ കിട്ടും. ചോറിൻ്റെ പ്ലേറ്റ് കഴുകാൻ പോകുന്നുണ്ടാവും. എന്നാൽ സ്വന്തം വീട്ടിൽ അവൻ കഴിച്ച പ്ലേറ്റ് കഴുകുമോ? ഇല്ല, അത് ഉമ്മാൻ്റെ പണിയാണ്, അത് അവൻ്റെ പണിയല്ല. പക്ഷേ നാട്ടുകാർ കഴിച്ച പ്ലേറ്റ് അവൻ കഴുകും, 2 റുപ്യ കിട്ടണം. എന്നിട്ട് 1000 2000 പ്ലേറ്റ് കഴുകി 5000 6000 പൈസ കിട്ടി. അത് 3 4 പേര് പങ്കിട്ടെടുക്കും. എന്തിനാ അവർക്ക് പൈസ? എന്തിനാ കുട്ടിയൊക്കെ പൈസ? തളർന്ന് കിടക്കുന്ന ബാപ്പാക്ക് മരുന്ന് വാങ്ങാനല്ല കൂട്ടരെ. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് 2 തലയും മുട്ടാത്ത കുടുംബത്തിന് ഇതാ ബാപ്പ എൻ്റെ വക ഒരു 500 എന്ന് പറഞ്ഞ് കൊടുക്കാനല്ല, അവൻ ആനന്ദിക്കാൻ, അവൻ അടിച്ചു പൊളിക്കാൻ, അവന് ചെരുപ്പ് വാങ്ങാൻ, അവന് ജീൻസ് വാങ്ങാൻ, അവന് ഷർട്ട് വാങ്ങാൻ, അവന് മൊബൈൽ റീചാർജ് ചെയ്യാൻ, അവന് കറങ്ങി നടക്കാനുള്ള ബൈക്ക് വാങ്ങാൻ. നമുക്ക് കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയത്തെ അവജ്ഞ. രാഷ്ട്രീയമൊന്നും അവന് പറ്റൂല, വൃത്തിയുടെ സാധനം ഉണ്ടോ? രാഷ്ട്രത്തോട് അവജ്ഞ, ആചാരങ്ങളോട് സംവിധാനങ്ങളോട് പുച്ഛം. ഈ പുതിയ തലമുറയിലെ കുട്ടീൻ്റെ മുഖത്തൊരു പുച്ഛ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൈ ധരിക്കും, നമ്മളെ അങ്ങോട്ട് കേൾക്കൂല, പുച്ഛം. പിന്നെയോ തിന്നുള്ളത് നല്ലത് മേശമ്മ കിട്ടണം. കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ അവൻ കഴുകില്ല. കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ അവന് മടിയാണ്. നാട്ടുകാരോടും ബന്ധുക്കളോടും പ്രസ്ഥാനത്തോടുമൊക്കെ പുച്ഛം. പിന്നെ എങ്ങനെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് അല്ലെങ്കിൽ വാപ്പാനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് യൂറോപ്പിൽ പോയി പഠിക്കണം എന്ന ചിന്ത. +2 പാസ്സായി ഉണ്ടാവില്ല, എന്നാലും വേണ്ടിയില്ല. ആ യൂറോപ്പ് പോകണം എന്ന് പറഞ്ഞ് അവനിങ്ങനെ നടക്കും. യൂറോപ്പ് പോയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരിലെങ്കിലും പോകണം, അവിടെയാണ് മയക്കുമരുന്ന് കിട്ടുക. ഇങ്ങനെ അക്രമത്തിലും കൊലപാതകത്തിലും എത്തുന്ന മക്കൾ. ചില മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. തൻ്റെ ജീവിതമാകെ നശിച്ചു പോയി എന്ന് കരുതി നേരത്തെ നമ്മൾ കണ്ട അഫാനെ പോലെ ആത്മഹത്യക്ക് വേണ്ടി നടക്കുന്ന മക്കൾ. അവസാനം ഇതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലോ, പൊന്നാര മോനെ തിന്ന പാത്രമെങ്കിലും ഒന്ന് കഴുകി വെക്കടാ, ആ തുണി ഒന്ന് അലക്കടാ, ആ മാറാല ഒന്ന് തട്ടടാ, പറമ്പിൽ വീണെടുക്കുന്ന തേങ്ങ ഒന്ന് പെറുക്കടാ എന്ന് പറഞ്ഞാലോ നമുക്ക് നേരെ ചീറിയടിക്കും. നിങ്ങൾ തന്ത വൈബ്, അല്ലെങ്കിൽ 80 വാണം, 80K വാണം എന്ന് കുട്ടി നിങ്ങളെ കളിയാക്കും. എന്നിട്ടോ ഒരു ഉത്തരവാദിത്വവും അവനില്ല. അവൻ്റെ പെങ്ങൾ അവൻ്റെ ഉത്തരവാദിത്വമല്ല, അവൻ്റെ അനിയൻ അവൻ്റെ ഉത്തരവാദിത്വമല്ല. ചുമ്മാ കറങ്ങി ഇങ്ങനെ നടക്കും. എന്നിട്ട് എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ പോസ്റ്റ് ഇടും. ഞങ്ങളെ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? പോസ്റ്റ് ഇടും. എന്നിട്ട് നമ്മൾ രക്ഷിതാക്കൾ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ,
നല്ലൊരു സ്ഥലത്ത് ടൂറ് പോവാതെ, തൻ്റെ കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണിന് നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കാതെ, ഒരു നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അവളെ കാണിച്ചു കൊടുക്കാതെ, കയ്യിലുള്ളതെല്ലാം മക്കൾക്ക് മക്കൾക്ക് എന്ന് പറഞ്ഞ് ജീവിതം മാറ്റി വെച്ചിട്ട് നമ്മൾ അവസാനം നമുക്കും ജീവിതമില്ലാതെ മക്കള് ചുറ്റിക തലക്ക് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, 1400 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായ ഇസ്ലാമിൻ്റെ ദീൻ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന് കൃത്യമായ ഒരു പാരൻറ്റിങ്ങിൻ്റെ പാഠം നമുക്ക് മുന്നിൽ ഇട്ടു തന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. ഇസ്ലാമിൻ്റെ പാരൻറ്റിങ്ങും ഇസ്ലാമിൻ്റെതല്ലാത്ത പാരൻറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ, വ്യത്യസ്തതകളെ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന വിഷയത്തിലേക്ക് നിങ്ങൾ എത്തുക. എന്താ വ്യത്യാസം? ഇസ്ലാമിലെ പാരൻറ്റിങ്ങും ഇസ്ലാമികമല്ലാത്ത പാരൻറ്റിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? മക്കളെ വളർത്തുന്നതിൽ ഒരു ഇസ്ലാമികതയുണ്ടോ? അതൊരു ചോദ്യമാണ്. മക്കളെ വളർന്നോളൂല്ലേ? അല്ല, പോരാ. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ കൃത്യമായി ഞാൻ പറയുന്ന 2 വാക്കുകളെ മനസ്സിനകത്തേക്ക് ഇട്ട് വെക്കണം. 2 വാക്കുകൾ. 1 വളരൽ, 2 വളർത്തൽ. എന്താ 2 വാക്ക്? വളരൽ, വളർത്തൽ. കണ്ടോ? ഇസ്ലാമികമായ മക്കളെ വളർത്തുന്ന രീതിയും ഇസ്ലാമികമല്ലാത്ത രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇസ്ലാമികമായ മക്കളെ വളർത്തൽ ആണ്, മറ്റേതോ വളരൽ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മക്കളെ ഒരിക്കലും നിങ്ങൾ വളരാൻ അനുവദിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുവദിക്കരുത്. മക്കളെ വളരാൻ അനുവദിക്കരുത്. മക്കളെ വളരാൻ അനുവദിക്കുന്നത് ഇസ്ലാമികമായ പാരന്റിങ് അല്ല, മക്കളെ വളർത്തണം. മക്കൾ കേട്ടോ? അപ്പൊ ഇസ്ലാമിന്റെ പാരന്റിങ്ങിന്റെ രീതി തന്നെ മാറി. അതിന് സൈക്കോളജിയിൽ പാരന്റിങ്ങിന് കുറെ രീതികൾ പറയുന്നുണ്ട്. അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്നൊരു രീതിയുണ്ട്. അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി എങ്ങനെ നീ മുന്നോട്ട് പോകണമെന്ന് പറയുക. പക്ഷേ ആധുനിക കാലത്തെ മക്കളെ വളർത്തുന്ന രീതികൾക്ക് അതോറിറ്റേറ്റീവ് പാരന്റിങ് എതിരാണ്. അവർ പറയും എന്താ പറയുക, പുതിയ സ്വതന്ത്ര ചിന്തകർ പറയാ, കുട്ടി വളർന്നോട്ടെ, എന്നിട്ട് വലുതാവുമ്പോൾ തീരുമാനിച്ചോട്ടെ ആണാണോ പെണ്ണാണോ എന്ന്, വലുതാവുമ്പോൾ തീരുമാനിച്ചോട്ടെ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോന്ന്, വലുതാവുമ്പോൾ തീരുമാനിച്ചോട്ടെ കല്യാണം കഴിക്കണോ വേണ്ടെന്ന്. പക്ഷെ ഇസ്ലാമികമായ പാരന്റിങ് രീതിയിൽ പറ്റില്ല. കുട്ടി വളരാൻ അനുവദിക്കരുത്, നിങ്ങൾ വളർത്തണം. 4 ഫ്രെയിമുകൾക്കകത്ത് ഈ കുട്ടിയെ നിയന്ത്രണം കൊണ്ടുവന്ന് വളർത്തണം. അപ്പൊ ഇസ്ലാമികമായ പാരന്റിങ് ആയി. നോക്കൂ, കുട്ടിയിൽ എല്ലാ ശീലങ്ങളും എല്ലാ കാര്യങ്ങളും കുട്ടിയിൽ വളർന്നത് നമ്മൾ വളർത്തിയപ്പോഴാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ മുമ്പിലിരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുക ഏത് കൈ കൊണ്ടാ? ഒന്ന് ഉയർത്തി കാണിച്ചേ, കാണട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കൈയൊന്ന് ഉയർത്തി കാണിച്ച്. പെണ്ണുങ്ങളൊന്നും ഭക്ഷണം കഴിക്കാറില്ലേ? ആ കൈയൊന്ന് ഉയർത്തി കാണിച്ച്. ഇപ്പൊ ഉയർത്തിയത് ഏത് കൈയാ? ഏത് കൈയാ? ഏത് കൈ? വെള്ളം കുടിക്കൽ ഏത് കൈ കൊണ്ടാ? ഇതാരാ നിങ്ങളെ പഠിപ്പിച്ചെന്ന്? CBSE സ്കൂളിലെ സിലബസിലുണ്ടോ? അത് ഉണ്ടോ? CBSE സ്കൂളിന്റെ സിലബസിലുണ്ടോ തിന്നലും കുടിക്കലും വലത്തെ കൈ കൊണ്ടാന്ന്? ഉണ്ടോ? പോട്ടെ, മദ്രസയിൽ പഠിച്ചോ? മദ്രസയിൽ നിങ്ങൾ പോയത് എപ്പോഴാ കൂട്ടരെ? മദ്രസയിൽ പോയത് നിങ്ങൾ 6ാമത്തെ വയസ്സിലാ അല്ലേ? 6 വയസ്സ് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചിനോ? 6 വയസ്സ് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് ഏത് കൈ കൊണ്ടാ? അടുത്ത കൈ കൊണ്ടോ? പിന്നെ ആരാ പഠിപ്പിച്ച്? എങ്ങനെ പഠിപ്പിച്ച്? എടുത്തേ കൈ കൊണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ തന്നെ ചട്ടക്കം ചൂടാക്കി കൈമിൽ വെക്കും അല്ലേ? എങ്ങനെ പഠിപ്പിച്ച്? അല്ല, ഒരു ഉമ്മ നമ്മുടെ കൂടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുത്താൽ 2 കൈ കൊണ്ട് കെട്ട് പിടിക്കും അല്ലേ? ഉമ്മ പറയും, അയ്യേ ഈ കൈ ചീച്ചി കയ്യ, ഇത് നല്ല കയ്യ. ആരാ വളർത്തിയത്? ആരാ വളർത്തിയത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ഉമ്മ കുട്ടിയെ വളർത്തുമ്പോ ആ കുട്ടിയിലേക്ക് നല്ല ശീലങ്ങളെ ഉമ്മ വളർത്തിക്കൊണ്ടുവരികയാണ്. എങ്ങനെയാ? നല്ല സ്നേഹത്തോടെ, നല്ല രസത്തില് ആ കുട്ടിയോട് നമ്മൾ നിരന്തരം പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം ഇടത്തെ കൈകൊണ്ട് തിന്നാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറപ്പാകും. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇന്നിപ്പോ നോമ്പറ എവിടെ തോന്നുന്നുണ്ടല്ലേ? ഇന്നലെ നോമ്പ് തുറക്ക് എന്തായിരുന്നു? ചിക്കൻ ആയിരുന്നോ ബീഫായിരുന്നോ? ചിക്കൻ അല്ലേ? അല്ലെങ്കിലോ ബീഫ്? നിങ്ങൾ ആരെങ്കിലും പന്നിയിറച്ചി വാങ്ങിയോ? വാങ്ങിയോ? അതെന്താ നിങ്ങൾ പന്നിയിറച്ചി വാങ്ങാന്ന്?
അത് തിന്നാൻ പറ്റൂലേ? എന്താ തിന്നാൽ വയറ്റിളക്കം പിടിക്കുമോ? എത്രയോ ആൾക്കാർ പന്നീൻ്റെ ഇറച്ചി തിന്നുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പന്നിയിറച്ചി തിന്നാൻ പ്രശ്നം? ടേസ്റ്റുള്ള സാധനം ആൾക്കാർ തിന്നുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങളെന്താ തിന്നാത്തത്? ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്താ പ്രശ്നമുള്ളത്? പന്നിൻ്റെ ഇറച്ചി തിന്നാൽ നിങ്ങൾക്ക് ദഹിക്കും, പന്നിൻ്റെ ഇറച്ചി തിന്നാലും ടേസ്റ്റ് ഉണ്ടാവും, എല്ലാ സാധനത്തിൻ്റെ ഇറച്ചിയുമായി തന്നെ. പക്ഷേ നമ്മളോട് നമ്മുടെ പാരൻസ് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ട് പന്നിൻ്റെ ഇറച്ചി, നമുക്ക് ആ പന്നിൻ്റെ ഇറച്ചി എന്ന് കേൾക്കുമ്പം തന്നെ അറപ്പ് തോന്നാൻ കാരണം ഈ അറപ്പ്, ഈ വെറുപ്പ് നമ്മുടെ മനസ്സിനകത്ത് മനോഹരമായി ഇട്ട് തന്നത് മദ്രസല്ല, സ്കൂളല്ല, നാട്ടുകാരല്ല, ഉമ്മയാണ്, ഉപ്പയാണ്. കുട്ടിയെ വളർത്തിയപ്പോഴാണ്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഒരു കുട്ടിയെ നിങ്ങൾ വളരാൻ അനുവദിക്കരുത്. ആ കുട്ടി ഇങ്ങനെ വളർന്നോളും. എന്നിട്ട് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചോളും, കല്യാണം വേണോ വേണ്ടെന്ന് തീരുമാനിച്ചോളും, എന്തെങ്കിലുമൊക്കെ ആയിക്കോളും എന്ന് പറയുന്ന രീതി ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമിന്റെ രീതി, കുട്ടിയെ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കുട്ടിയെ റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും ശുദ്ധനായി നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന കുട്ടിയെ, ആ കുട്ടിയെ അതുപോലെ അവനിൽ വേണ്ടത് മാത്രം വളർത്തി വേണ്ടാത്തതിനെ തളർത്തി ശീലങ്ങൾ കൊടുത്ത് ഈ കുട്ടിയെ വളർത്തേണ്ടത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളാണ്. ഇതിൻ്റെ പേരാണ് ഇസ്ലാമികമായ പാരന്റിങ് എന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇനി മയക്കുമരുന്ന് എന്ന് കേൾക്കുമ്പോൾ കുട്ടിക്ക് അറപ്പ് തോന്നണോ? പന്നി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറപ്പ് തോന്നിയത്, നിങ്ങൾ ഇന്ന് വരെ ഒരു പന്നിയെ തൊട്ട് നോക്കിയിട്ടുണ്ടാവില്ല, നിങ്ങൾ ഇന്ന് വരെ ഒരു പന്നി മാംസത്തിന്റെ കഷ്ണം കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ പന്നി നിങ്ങളുടെ മനസ്സിലൊരു അറപ്പായി, ഒരു വെറുപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഇട്ട് തന്നതുകൊണ്ടാണ്. ഇതുപോലെ ലഹരി, മദ്യം, സിഗരറ്റ് ഉണ്ടോ, ഇതെല്ലാം ഒരറപ്പും വെറുപ്പുമായി നിങ്ങളുടെ മനസ്സിനകത്തേക്ക്, കുട്ടിൻ്റെ മനസ്സിനകത്തേക്ക് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരെ ഒരു സിഗരറ്റ് വലിച്ചു നോക്കിയിട്ടില്ല, ഇന്ന് വരെ. കാരണം എൻ്റെ വാപ്പ സിഗരറ്റ് വലിക്കൂലായിരുന്നു, എൻ്റെ ഉമ്മ സിഗരറ്റ് വലിക്കൂലായിരുന്നു. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ കോളേജ് പഠിച്ചിട്ടുണ്ട്. ഞാൻ അറബി കോളേജിലൊന്നും പഠിച്ച ആളല്ല, ഞാൻ പഠിച്ചത് മുഴുവൻ ഭൗതികമായ കോളേജിലാണ്. ആ കോളേജിനകത്ത് അത്യാവശ്യം പ്രസംഗവും രാഷ്ട്രീയവും അടിയും പിടിയൊക്കെ ആയിട്ട് തന്നെയാണ് ഞാനും വളർന്നത്. പക്ഷേ ഇന്ന് വരെ ഒരു സിഗരറ്റ് ഞാൻ എൻ്റെ വായിലേക്ക് വെച്ച് നോക്കിയിട്ടില്ല. മദ്യം ഒരു വിരൽ മുക്കിയിട്ട് ഒന്ന് നുണഞ്ഞു നോക്കിയിട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന്. കാരണം എന്താ അറിയും, എൻ്റെ ഉമ്മ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു വെച്ചത് ഇത് ശരിയല്ല, തെറ്റാന്നാ. പന്നിയിറച്ചിയെ പോലെ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കും പോലെ ഇത് പറ്റൂല, തുടരുത്, അറപ്പുള്ള വെറുപ്പുള്ള. ആരാ അത് വളർത്തിയത്? എൻ്റെ ഉമ്മാക്കാ ക്രെഡിറ്റ്. എൻ്റെ ഉമ്മാക്ക്, നിങ്ങൾക്കൊന്നുമല്ല. നിങ്ങൾ എന്താ വിചാരിച്ച് മദ്രസ ചെന്ന് കുട്ടി ഇങ്ങനെ പഠിച്ചിട്ട് കുട്ടി വളരുന്നോ? കുട്ടിയെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഉമ്മമാർക്കാ. അതിന് ഇപ്പോഴത്തെ ഉമ്മമാർക്ക് എവിടെ സമയം? എവിടെ സമയം? നോമ്പിൻ്റെ അന്ന് ചിക്കൻ കറി വെക്കണമെങ്കിൽ തോണ്ടണ്ടേ? പുതിയ ചിക്കൻ കറി യൂട്യൂബിൽ വന്നിന്. പത്തിരി ഉണ്ടാക്കണമെങ്കിൽ തോണ്ടണ്ടേ? തോണ്ടി 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 എവിടെയാ കൂട്ടുകാരെ കുട്ടീനെ പോറ്റാൻ സമയം? ആർക്കാ സമയമുള്ളത്? പാപ്പാക്കുണ്ടോ? നിങ്ങളെ കയ്യിൽ എത്ര മൊബൈൽ ഫോണാ? 2 എത്ര ഉണ്ട്? എത്ര ഗ്രൂപ്പുണ്ട്? വിശുദ്ധത്തിൻ്റെ എത്ര ഗ്രൂപ്പുണ്ട്? എത്ര ഉണ്ട്? ഇതൊക്കെ തോണ്ടണ്ടേ? വേണ്ടേ? എപ്പോഴാ കുട്ടീനെ നോക്കല്? എന്നിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നിട്ട് പറയാണ് നമ്മളെ കുട്ടികൾ കേടിയിട്ടുണ്ടെന്ന്. ഒരു കാര്യമില്ല. ഈ വാർത്തകൾ ഇന്നത്തെ മലയാള മനോരമ പത്രങ്ങൾ എടുത്തു വെച്ചോ, ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ പത്രം എടുത്തു വെച്ചോ, 70 700 ഉണ്ടാവും, 700 7000 ആകും. ഇനിയും കൊലക്കത്തികൾ ഉയരും. കാരണം എന്താ അറിയോ? മക്കളെ വളർത്തപ്പെടുന്നില്ല, മക്കൾ വളരുകയാണ്, ആർക്കും ഒരു നിയന്ത്രണമില്ല, വളരുകയാണ്. സ്കൂളിൻ്റെ അകത്ത് ആരാ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴോ ചെവി, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെവി ഒരു പേടി. ഇനി എന്താ? ടീച്ചർമാരുടെ കൈ ആദ്യം വരിക, എന്താണോ വിചാരിച്ചത് നിൽക്കുക അല്ലേ? ഇന്നൊരു കുട്ടീൻ്റെ ചെവി പിടിച്ച നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി 5 കിലോമീറ്റർ വീട്ടിൽ നിന്ന് നടന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി ഫയർ സ്റ്റേഷനിലേക്ക് കയറി. എന്നിട്ട് ഫയർഫോഴ്സിൻ്റെ ആൾക്കാരോട് പറയാണ് എൻ്റെ ഉമ്മനെ അറസ്റ്റ് ചെയ്യണം. എന്തിനാ? ഉമ്മ നോ പറയുന്നു. ഞാൻ ചോദിച്ചൊന്നും ഉമ്മ തരില്ല. ഫയർഫോഴ്സുകാർ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആര്? 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 9 വയസ്സ് പ്രായം. കുട്ടികൾ നമ്മൾ എന്താ കാട്ടുക? അതുകൊണ്ട് ഒരു കുട്ടിയെ പ്രസവിക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. ലോകത്തെ എല്ലാ ജന്തുക്കളും പ്രസവിക്കുന്നുണ്ട്. അതിനെ പോറ്റി വളർത്തി മുഴുവൻ ഒഴുക്കിങ്ങനെ അങ്ങോട്ട് കിഴക്കോട്ടൊഴുകുമ്പോൾ ഒഴുക്കിനെതിരെ നമ്മുടെ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കുള്ളത്. എൻ്റെ വീട്ടിൽ ടി വി ഇല്ല, പക്ഷേ എൻ്റെ കുട്ടികൾ സിനിമാ പാട്ട് അറിയാം. എവിടുന്നാ കിട്ടണത്? സ്കൂളിലാണ്. എല്ലാം ഒഴുക്ക് നമുക്കെതിരാണ്.
സ്കൂളിൽ പോയാൽ അതൊക്കെ കിട്ടും കുട്ടികൾക്ക്. അപ്പോൾ അത് ഒഴുക്ക് നമുക്കെതിരാണ്. ആ ഒഴുകുമ്പോൾ നമ്മുടെ കുട്ടിയെ ഒഴുക്കിനെതിരെ ഇങ്ങനെ വലിച്ചിങ്ങോട്ട് എടുക്കേണ്ട ഉത്തരവാദിത്തം, വലിയ ഉത്തരവാദിത്തം 2025 മക്കളുമായി ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കുണ്ട് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? വളരാൻ അനുവദിക്കരുത്, വളർത്തണം. മക്കളിങ്ങനെ നമ്മളെ വളർത്തലിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവരണം ഉണ്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. അതാണ് ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ അടിസ്ഥാനം. അതെന്തൊക്കെയാണ്? ഒന്ന്, മക്കളെ വളർത്തൽ. ആ വളർത്തലിൽ ഒന്നാമത്തെ സാധനം, അതിൻ്റെ പേരാണ് ഇടപെടൽ. മറക്കരുത് ഞാൻ പറയണത്, അതുകൊണ്ട് ഞാൻ ഓരോരോ പോയിന്റായിട്ട് ഇങ്ങനെ പറയണത്. എന്താ ഒന്നാമത്തെ കാര്യം? ഇടപെടൽ. എന്താ ഇടപെടൽ എന്ന് പറഞ്ഞാൽ? എല്ലാറ്റിലും ഇടപെടും. ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ രീതി അതാണ്. 2, തിരുത്തൽ. 3, നിയന്ത്രിക്കൽ. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ പ്രസംഗം എടുത്ത് നിങ്ങൾ യൂട്യൂബിലിട്ട് നോക്കിയാലേ സ്വതന്ത്ര ചിന്തകർ വന്ന് പൊങ്കാലയിടും അല്ലേ. ഇയാൾ ഇങ്ങനത്തെ ഒരു മൊയന്ത് മനുഷ്യൻ ഇന്നത്തെ കാലത്തും നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഇന്നത്തെ കാലത്തും ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇന്നത്തെ കാലത്തും തിരുത്തലിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയും. ഉറപ്പാ. കാരണം ഇസ്ലാമിക് പാരന്റിങ്ങും ഇസ്ലാമികമല്ലാത്ത പാരന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കുട്ടിയെ വളരാൻ വിടുന്ന പാരന്റിങ് സ്റ്റൈലാണ് മറ്റ് ആളുകൾ പറയുന്ന പാരന്റിങ്. നമ്മളുടെ പാരന്റിങ് സ്റ്റൈൽ അതല്ല. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? 1, ഇടപെടണം. 2, തിരുത്തണം. 3, നിയന്ത്രിക്കണം. ബാക്കി ഞാൻ പിന്നെ പറയാം. സമയം ഉണ്ടാവുമോ നോക്കുക. നിസ്കാരത്തിൻ്റെ മുമ്പ് സമയം എങ്ങനെ ഉണ്ടാവുക? 10 മണിക്ക് വിളിച്ച ഞങ്ങൾ വരെ 12 മണിക്കാ. പിന്നെ എങ്ങനെ സമയം കിട്ടുക പറയാൻ? അപ്പോൾ ഇത് ബാക്കി സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. നിങ്ങളെ പണി തന്നെയല്ലേ ഇത് പറയാതാക്കിയത്. അപ്പോൾ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു? 1, ഇടപെടൽ. 2, തിരുത്തൽ. 3, നിയന്ത്രണം. അപ്പം ഇസ്ലാമിക പാരന്റിങ്ങിൻ്റെ കാര്യം എന്താ അറിയോ? അയാൾ ഒരു പാരന്റ്, ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു കുട്ടിയുടെ സകല കാര്യങ്ങളിലും ചെറുപ്പം മുതൽ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെ ഇടപെടേണ്ടത് എന്നറിയോ? അത് ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഇടപെടുന്ന ആളെ നമുക്ക് വലിയ ഇഷ്ടാവില്ല കേട്ടോ. അമ്മായിമ്മനെ നമുക്ക് ഇഷ്ടമല്ല, നാത്തൂനെ നമുക്ക് ഇഷ്ടമല്ല. അമ്മായിമ്മനെ ഇഷ്ടമുള്ള ആരും ഇതിലില്ലല്ലോ. ഉണ്ടോ? അമ്മായിമ്മനെ ഇഷ്ടമുള്ളത് കൈപ്പൊക്കിയൊക്കെ മരിച്ചു പോയി ഉണ്ടാവില്ലേ അമ്മായിമ്മ? ആ കൈപ്പൊക്കിയൊരു അമ്മായിമ്മൊക്കെ മരിച്ചു പോയി ഉണ്ടാവില്ലേ? ഉണ്ടോ? എന്തെങ്കിലും മിണ്ടാത്ത മരിച്ചു പോയി ഉണ്ടാവില്ലേ? അതുകൊണ്ടാ ധൈര്യത്തിൽ 2 കൈയും പൊക്കിയത്. അമ്മായിമ്മ മരിച്ചു കഴിഞ്ഞ് എന്ത് ഒരു ശല്യമില്ലല്ലോ അല്ലേ? ജീവിച്ചിരിക്കുന്ന അമ്മായിമ്മ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല. കാരണം എന്താ? ആ തള്ള എല്ലാ കാര്യത്തിലും കയറി ഇടപെടും. നമ്മളൊന്ന് ബീച്ചിൽ ഇറങ്ങിയാ എന്തിനാപ്പം പോണ്? നാളല്ലേ പോയിന്ന് വെറുതെ എങ്ങനെ പോണോ? അല്ലേ? നാത്തൂന് ഇഷ്ടമുള്ളവരുണ്ടോ? ഇതിൽ ഇഷ്ടമുള്ളവരുണ്ടാവും. നിങ്ങൾക്ക് നാത്തൂന് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലും നാത്തൂന് ഇടപെടരുത്. അപ്പോൾ നിങ്ങൾക്ക് നാത്തൂന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാലോ, ഹൈഷ് ആ പെണ്ണിനെ കൊണ്ട് ജീവിക്കാൻ വയ്യട്ടാ, ഇടപെടുന്നു. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടപെടുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ കാര്യത്തിൽ ഇടപെടുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, മയത്തിൽ ഇടപെടണം, സ്നേഹത്തിൽ ഇടപെടണം. ഉണ്ടോ? എന്തൊക്കെ ഞാൻ പറഞ്ഞേ? മയത്തിൽ, സ്നേഹത്തിൽ. ഒന്നുകൂടി പറയാം. പോസിറ്റീവായി ഇടപെടണം, കുറ്റപ്പെടുത്തരുത്, ബോധ്യപ്പെടുത്തണം. ഞാൻ കുട്ടികളോട് കാര്യം, ചെറിയ കുട്ടിൻ്റെ കാര്യം മുതലാണ് ഞാൻ പറഞ്ഞു വരണേ. കുട്ടിയെ പോയി കണ്ട് എപ്പം നോക്കിയാലും ഈ ശൈത്താൻ ഇങ്ങനെ തന്നെയാണ് എന്നല്ല പറയണ്ടേ. അതെങ്ങനെ തിരുത്തണ്ടേ? സ്നേഹത്തിൽ. ഉമ്മ സ്നേഹമുള്ളവളാണ്. ഉമ്മ മയത്തിൽ, ഉമ്മ മയമുള്ളവളാണ്. പക്ഷേ എന്താണെന്നറിയില്ല, പണ്ട് കാലത്തൊക്കെ ഗർഭപാത്രത്തിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിരുന്ന കുറേ സാധനമായിരുന്നു ഈ ദയ, ക്ഷമ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മക്കൊക്കെ ഗർഭപാത്രത്തിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ സാധനമായിരുന്നത്. ഭയങ്കര ക്ഷമയുടെ ഉമ്മക്ക്. എന്തൊക്കെ കുരുത്തക്കേട് കളിച്ചാലും ഉമ്മ ക്ഷമിച്ചിരിക്കും. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഓഫർ ഇല്ലാതെയാണ് ഗർഭപാത്രം വരുന്നത്. ഗർഭപാത്രം മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് ഭാര്യക്കാണോ ഭർത്താവിനാണോ? എന്താ നിങ്ങളെ അഭിപ്രായം? പാപ്പക്കാണോ ഉമ്മക്കാണോ കൂടുതൽ ക്ഷമ? ആർക്കാ? പാപ്പക്ക്. നമ്മൾ ക്ഷമിച്ച് പഠിച്ച്. കാരണം ഇതിൻ്റെ കൂടെ ജീവിക്കണ്ടേ? അനങ്ങിയാ പൊട്ടിത്തെറിക്കും സാധനം. ജീവിക്കണ്ടേ?
നമുക്ക് ഇനി വേറെ ജീവിതം ഉണ്ടോ? ഐറ്റിങ്ങൾക്ക് പ്രശ്നമില്ല. ബാപ്പയും ഉമ്മയും തമ്മിൽ ഡൈവോഴ്സ് ആയാൽ ഉമ്മൻ്റെ അടുത്താണ് തെറ്റ് എങ്കിൽ പോലും മക്കളൊക്കെ ആരുടെ കൂടെ നിൽക്കുക? ആരുടെ നിൽക്കുക? പാപ്പനോട് വെക്കുവോ? ഉമ്മനോടെ. കുട്ടികളൊക്കെ ഉമ്മൻ്റെതാ. നമുക്കിതിൻ്റെ ഫിനാൻസിയേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ നയിക്കുക, കൊടുക്കുക, നയിക്കുക, പോറ്റുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ഡൈവോഴ്സ് ചെയ്യുന്ന പറയുമ്പോൾ പ്ലീസ് ചെയ്യല്ലേ, എനിക്കാരുമില്ല. ആണുങ്ങളാണ് കൂട്ടരെ ഒന്നുമില്ലാത്തവര്. നമ്മൾ വിചാരിക്കുക ആണുങ്ങൾ ഭയങ്കര സംഭവമാണ്. ആണുങ്ങളാവാൻ കൊതിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിണ്ണാക്കില്ല. ജീവിതം മുഴുവൻ ഒരു കുടുംബത്തിന് വേണ്ടി വണ്ടിക്കാളയെ പോലെ ഒഴിഞ്ഞു വെച്ചവനാണ് പുരുഷൻ. പാവങ്ങള്. പക്ഷെ വലിയ അഹംഭാവത്തിലാണ് ജീവിക്കുക. നമ്മളാണ് എല്ലാം ഉണ്ടോ? ഭയങ്കര സംഭവമായിട്ടാണ്. വീട്ടിൽ പോയി ഒക്കെ അറിയാലോ നിങ്ങളൊക്കെ സ്ഥിതി എന്താന്ന്. ഓളെ മുമ്പിൽ പഞ്ച പുച്ചർച്ച് നിൽക്കണം, അല്ലെങ്കിലോ കുടുംബം ഉണ്ടാവില്ല. ഇനിയൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റുമോ? 55-ാമത്തെ വയസ്സിൽ പെണ്ണ് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ വേണ്ട, അയാൾ ഇനി പെണ്ണിട്ടി കുട്ടികളുണ്ടായിട്ട് എപ്പോഴത് പോറ്റിയ ഉണ്ടാ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ എത്ര മരോളും അമ്മായിയും തമ്മിൽ പെരും കച്ചറുണ്ടാകുന്ന വീട്ടിലെ അമ്മോഷൻ കൗൺസിലിങ്ങിന് വന്നാൽ പറയും സാർ എന്നോടൊന്നും ചോദിക്കില്ലേ. എന്താ? ഞാൻ ഓളെ ഭാഗം പറഞ്ഞാലും തെറ്റും, ഓൻ്റെ ഭാഗം പറഞ്ഞാലും തെറ്റും. അവിടെ ഇന്നാണ് വിട്ടേക്ക്, ഞാൻ ഇനി കുറച്ചുകൂടി കാലം ഇങ്ങനെയാണ് പോയിക്കോട്ടെ. അയാൾക്ക് ഇടപെടാൻ വയ്യ. കാരണം ഈ പെണ്ണ് ഇങ്ങനെ ഫുൾ റേഞ്ചിൽ നിൽക്കണേ ഉണ്ടോ. അതുകൊണ്ട് വനിതാ ദിനം ഇന്നലെ കഴിഞ്ഞു പോയി, പുരുഷ ദിനം ഇനി വരാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പണി തന്നെ നയിക്കുക, പോറ്റുക, നയിക്കുക, പോറ്റുക. എപ്പോഴും നയിക്കുന്നുണ്ടല്ലോ. ഇനി പെണ്ണുങ്ങൾ പണിക്കുണ്ട്. പെണ്ണുങ്ങൾ എന്തിനാ പണിക്കോണ്? എന്തിനാ? ആണുങ്ങൾ പണിക്കുണ്ട്. എന്തിന്? കുടുംബം പോറ്റാൻ. പെണ്ണുങ്ങൾ പണിക്കോണം. എന്തിന്? ഓർക്കടിച്ചു പൊളിക്കാൻ. ആ പെണ്ണ് അധ്വാനിക്കുന്ന പണം കുടുംബത്തിന് വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനത്തെ ഒരു സാധനം ഇസ്ലാമിലില്ലല്ലോ. പെണ്ണ് പണിക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പണിക്ക് പോണതിന് കുറ്റം പറയല്ല. പക്ഷെ ആ പണിക്ക് പോയ പണം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അവളോട് 5 പൈസ വാങ്ങാൻ പറ്റൂല, അവൾ തന്നാ വാങ്ങാം. ആണുങ്ങളോ? നിങ്ങൾ ഉത്തരവാദിത്ത. നിങ്ങളെ ഭാര്യ പട്ടിണി കിടക്കാൻ പാടില്ല, നിങ്ങളെ മക്കൾ പട്ടിണി കിടക്കാൻ പാടില്ല. നിങ്ങൾ ഉത്തരവാദിത്ത അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇടപെടുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല, കുട്ടികൾക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഇടപെടണം? സ്നേഹത്തോടെ ഇടപെടണം. അവൻ്റെ കൂടെ ചേർന്ന് നിന്ന് അവനെ സ്നേഹിച്ച്, ആ പെൺകുട്ടിയെ സ്നേഹിച്ച്, ഉമ്മാക്ക് സ്നേഹമുണ്ടെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇടപെടാൻ അവൻ അനുവദിക്കും. കാരണം എന്താ? നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? കുട്ടികൾക്ക് ഒരു 13 വയസ്സാണ് കഴിഞ്ഞാൽ പിന്നെ കൗമാരത്തുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? കൗമാരത്തിൻ്റെ പ്രത്യേകത എന്താ? മാതാപിതാക്കൾ ശത്രുക്കളാകും. പിന്നെ മാതാപിതാക്കളൊക്കെ ശത്രുക്കളാ. ഉമ്മ പോയി പണിയൊക്കെ പാപ്പ ഉണ്ടണ്ട, ശത്രുക്കളാ. പിന്നെ ആരാ മാതാപിതാക്കളാവുക? സുഹൃത്തുക്കൾ മാതാപിതാക്കളുടെ സ്ഥാനത്തെത്തും. സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കും. അവരെങ്ങനെ അത് വേണ്ട, അത് വേണ്ട, എന്നാ വേണ്ട. ആര് പറഞ്ഞപ്പോഴാ കേട്ടേ? സുഹൃത്ത് പറഞ്ഞപ്പോ. എന്നാ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? സൗഹൃദമില്ല, അവിടെ സൗഹൃദമില്ല. അപ്പം ഈ കുട്ടിയുമായി ഏറ്റവും നല്ല ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുകയും ആ കുട്ടിയോട് വളരെ സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി ആ കുട്ടി എങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കണം. കുട്ടിയുടെ സകല, കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇടപെടണം, കുട്ടി ഉണരുമ്പോൾ നമ്മൾ ഇടപെടണം, കുട്ടി ഉറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇടപെടണം. കുട്ടി നടക്കുമ്പോൾ, കുട്ടി പോകുമ്പോൾ, കുട്ടി ഇറങ്ങുമ്പോൾ ഇടപെടണം. സ്കൂളിലേക്കാണ്ട് പോകുമ്പോൾ ഉമ്മ എന്താ ചെയ്യേണ്ടത്? ഉമ്മ അടുക്കളയിൽ ഒരു പണി തന്നെ പണി. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഈ പണി ഇത്തിരി നേരം ഒന്ന് മാറ്റി വെക്കണം. 2 പത്തിരി കരിഞ്ഞോട്ടെ, കുട്ടി നാശാവാൻ ഞാൻ മതി. സ്കൂളിലേക്ക് വേണ്ടി കുട്ടി പോവാൻ ഇറങ്ങുമ്പോൾ ഉമ്മാനെ വിളിക്കുക, വാതിലിൻ്റെ അടുത്തുനിന്ന് കൊലായിന്ന് വിളിക്കുക, ഉമ്മാ ഞാൻ പോവാട്ടോ. കുട്ടി പറയാണ്, അടുക്കളയിൽ ഇങ്ങനെ പത്തിരി പണ്ടാറടക്കാൻ പറഞ്ഞ് പത്തിരി ചൂടണ ഉമ്മ അവിടുന്ന് പറയാണ്, ഇതുവരെ പോയില്ലേ, പോടിയാ അവിടുന്ന് അടുക്കളയിൽ നീ. ഈ കുട്ടി ഓടിയ വഴിയിൽ പുല്ല് മുളയ്ക്കൂല. സ്കൂൾക്ക് കുട്ടീനെ പറഞ്ഞേച്ചതാ തള്ള. ഈ കുട്ടി ഉമ്മാന്റെ ചീത്തയും കേട്ട് സ്കൂളിൽ പോണ കുട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ഒരു ചെക്കൻ ചിരിക്കും. എന്തൊരു രസാടി എന്നെ കാണാൻ. തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കിഷ്ട, എന്നാ എനിക്കും ഇഷ്ട. ആരും ഇഷ്ടപ്പെടാനില്ല. ഉമ്മ എന്താ പറഞ്ഞേ? പോടിയാവുന്നു അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഇടപെട്ടോ? ഈ കുട്ടി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ വന്നു സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി മോളിറങ്ങുക, വാ ഉമ്മക്കൊരു ഉമ്മണ്ട, എന്നിട്ടോ പ്രാർത്ഥിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചോ മോള്?
ഇല്ല, ഞാൻ പ്രാർത്ഥിക്ക്. ഉമ്മ അറിയില്ലേ? അറിയും. നമ്മ ചൊല്ലിത്തരണോ? വേണ്ട, എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്ക്. നീ ഉമ്മനോട് സലാം പറയും. അസ്സലാമു അലൈക്കും. പോയിക്കോ. ഉമ്മാക്കൊരു ഉമ്മ കൊടുത്ത് ഉമ്മാന്റെ കയ്യും പിടിച്ച് പ്രാർത്ഥന ചൊല്ലി ആ ഗേറ്റ് അങ്ങോട്ട് കിടക്കുമ്പോ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കുങ്ങളെ. കാരണം എന്താ അറിയോ? സ്നേഹത്തിന്റെ നിറകുടമായ ഉമ്മ ആ കൊലായിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കൊലായിൽ ഇങ്ങനെ ഉമ്മ നിൽക്കണോണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കും കുട്ടി. ആ ഉമ്മ ചേട്ടാ. ആ കുട്ടിയെ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോൾ ചെക്കൻ വരും. ഓൻ പറയും, എനിക്കിഷ്ടമാണ്, പോടാ ചെക്ക അവിടുന്ന്, എന്നെക്കാളും ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ കണ്ടാ ഞാൻ അപ്പോൾ വരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടം. എന്തുകൊണ്ടാ കുട്ടികൾ ഇങ്ങനെ പോണത്? എന്തുകൊണ്ടാ താന്നൂരിൽ നിന്ന് കുട്ടികൾ പോയത് ടൂറ്? എന്താ? നമ്മൾക്ക് പേരെന്താ? മക്കളെ പോറ്റണ്ടേ. എന്നിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുക, ബാക്കി സമയം മുഴുവൻ തോണ്ടുക, എന്നിട്ട് ഇടപെടാൻ മറന്നു പോകുന്നു. ഇസ്ലാമികമായ പാരന്റിങ്ങിന്റെ അടിസ്ഥാനപരമായ തത്വം ഈ ഇടപെടലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെ നമ്മൾ ഇടപെട്ടത്? ഏറ്റവും പോസിറ്റീവായി, ഏറ്റവും മയത്തിൽ, സ്നേഹത്തിൽ ഇങ്ങനെ ഇടപെട്ടു. ആരെ ഇഷ്ടമില്ലാത്ത നിങ്ങൾ പറ. ഉമ്മ, ചില പുരുഷന്മാർക്കൊക്കെ എപ്പോഴും ഉള്ള കംപ്ലൈൻറ്റ് എന്തായിരിക്കും എന്നറിയോ? ഓളമ്മ എപ്പോഴും ഇടപെടും ഞങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഓള് വിളിച്ചാണ്ട്, ഉമ്മ മൂപ്പരുണ്ട് ഇങ്ങനെ പറയണേ, 5 പവൻ്റെ മാല ചോദിക്കേണ്ടെന്ന് വിൽക്കട്ടെ എന്ന്. അപ്പുറത്തുനിന്ന് അമ്മായിമ്മ പറയും, കൊടുക്കണ്ട, ഉണ്ടാവില്ലട്ടോ, വലുതാവുമ്പോൾ. അപ്പോൾ ഓള് പറയും, തരണ്ടാന്ന് ഉമ്മ പറഞ്ഞിരുന്നു. ഇടപെട്ടു. ഉമ്മ പറഞ്ഞപ്പോൾ ഈ പെണ്ണ് കേട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി കൂടെ നിന്നുകൊണ്ട്. ഈ ഉമ്മ പറഞ്ഞാൽ ആരാ കേൾക്കാത്തത്? അപ്പോൾ ഇസ്ലാമികമായ പാരന്റിങ്ങിന്റെ ഒന്നാമത്തെ പണി ഈ ഇടപെടലാണ്. ഇറങ്ങുമ്പോഴോ ഒരു ഉഫ്രാനക്ക എന്നെങ്കിലും നീ പറഞ്ഞോ, അവിടെ വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് വേറെ എന്താ പണി? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് എന്താ പണി? വെക്കലാ പണി? വിളമ്പല? ഈ വെക്കലും വിളമ്പലും വീട് തുടയ്ക്കലും വീട് അടിച്ചു വാരലും അലക്കലും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സാധനം. ആദ്യത്തെ പണി മക്കളെ നോക്കല. കാരണം പുതിയ ലോകത്ത് മക്കൾ തെറ്റിപ്പോകാൻ 1000 വഴികൾ, നീരാളിക്കൈകളുമായി മക്കളെ തേടി ഇറങ്ങിയിരിക്കുന്ന സംഘങ്ങൾ. ഇവർക്കൊക്കെ ഇടയിൽ നിന്ന് മക്കളെ രക്ഷിച്ചെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ കൂടെ നിന്നേ പറ്റൂ, ഇടപെട്ടേ പറ്റൂ. സകലതിലും ഇടപെട്ട് രാവിലെ വിളിച്ചോണ്ടാൻ പോയി, എന്നിട്ടോ എന്താ ഒരൊറ്റ അടിയാ കുട്ടീനെ അല്ലേ, എണീച്ച് പൊടി അവിടുന്ന്. ഉമ്മാന്റെ ദുർമുഖം കണ്ടല്ല കുട്ടി ഉണരുന്നുണ്ടോ? നീ വലിയ കുട്ടിയായി. ഇടപെടാനുള്ള ഒരു വകുപ്പ്, ഒരു സ്നേഹം, ഒരടുപ്പം ഈ കുട്ടിയോട് നിങ്ങൾ ബാക്കി വെക്കണം. മോള് വന്ന് ഉമ്മനോട് ചോദിക്കണം, ഉമ്മ ഞാനേ +2-ലുള്ളൊരു ചെക്കൻ എന്നോട് ചോദിക്കുക, എനിക്കിഷ്ടമാണ്. ഇത് പറയാനുള്ള ഒരു 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 ചാനല് എൻ്റെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ പിന്നെ കൃത്യമായിട്ട് ഓർക്കണം. ഉണ്ടോ? ഇത് വേണം. അപ്പം എന്താ ഉമ്മ പറയേണ്ടത്? പ്രേമം ശരിയാക്കി തരണ, പാപ്പ കണ്ടിട്ട് വരട്ടെ. ഇതൊന്നുമല്ല ഇതിൻ്റെ രീതി. ആ ഉമ്മ കൃത്യമായിട്ട് മോളിരിക്കേ. ഉമ്മ ഈ പ്രായം കഴിഞ്ഞ് വന്നതാ. നമ്മളെ തലച്ചോറിൽ ഈ ലൈംഗികമായ ഹോർമോണൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്കിതൊക്കെ തോന്നും, അങ്ങനെ ഉണ്ടാവും. ഇത് കൃത്യമായി കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഇടപെടൽ ആവശ്യമാണ്. ഈ ഇടപെടാനുള്ള ഒരു സ്കോപ്പ്, ഒരു വഴി അവിടെ വേണം. നിങ്ങളെ കുട്ടിയൊക്കെ നിങ്ങളുമായിട്ട്. ആൺകുട്ടികളും അങ്ങനെയാണ്. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ വളർത്തലിൻ്റെ ഒന്നാമത്തെ ഘട്ടം പൂർത്തിയാവുക. 2, അതിൻ്റെ പേരാണ് തിരുത്താൻ കഴിയണം. എന്താ തിരുത്തേണ്ടത്? എങ്ങനെയാ തിരുത്തേണ്ടത്? നമുക്ക് ഈ തിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താ? അടിസ്ഥാനം, നിങ്ങൾ നന്മ ഉപദേശിക്കണം, തിന്മ വിരോധിക്കണം. അതാണ് ഇസ്ലാം. നിങ്ങൾ നന്മ ഉപദേശിക്കണം. മോനെ എങ്ങനെ ചെയ്യണം, ഇതരുത് അല്ലേ? ഈ ഉപദേശം, ഈ തർബിയത്ത് കൃത്യമായി കുട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ വളരൂല. കുട്ടികൾ അവരെ നമ്മൾ വളർത്തൽ എന്നതിലേക്ക് പോവില്ല. അവരങ്ങനെ മുന്നിൽ കാണുന്ന വഴിയിലൂടെ കുട്ടി നടക്കും. ആ മുന്നിൽ കാണുന്ന വഴിയൊക്കെ പോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വഴി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുട്ടിയെ എങ്ങനെ കൊണ്ടുവരണം. അതെങ്ങനെയാ? കുട്ടിയെ തിരുത്തണം. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയെ വലത്തെ കൈയിലേക്ക് തിരുത്തണം. കുട്ടി എന്ത് ചെയ്താലും ആ കുട്ടിയെ എങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാ തിരുത്തേണ്ടത്? സ്നേഹത്തിൽ, മയത്തിൽ, പോസിറ്റീവായി, സൗഹൃദത്തോടെ.
ഞാൻ പറയണൊക്കെ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നത്. നേ തിരുത്തണം. എൻ്റെ വല്യപ്പ, എനിക്കൊരു വല്യപ്പ 2010 മരിച്ചു പോയി. വല്യപ്പ മദീനത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന PP അബ്ദുൽ ഗഫൂർ മൗലവി എന്ന എൻ്റെ വല്യപ്പ, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയാണ്. വലിയ പ്രഭാഷകനായിരുന്നു അയാൾ. ആ വല്യപ്പാൻ്റെ കയ്യിൽ നിന്നാണ് ഈ അറബി കോളേജിലെ വല്യപ്പയാണ് ഒരുപാട് കാലം ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്ന് കാലത്ത് കേസുകളും കുടുംബ പ്രശ്നങ്ങളും ഒന്നും കൗൺസിലിംഗ് സെൻറ്ററിലേക്കൊന്നും പോകില്ല. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും നാട്ടിലെ കാരണന്മാരുടെ അടുത്തേക്കാണ് വരിക. അങ്ങനെ വല്യപ്പാൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ആ പഴയ കൊലായി, ആ കൊലായിലെ മടഞ്ഞ കസേരയിലാണ് വല്യപ്പ ഇരിക്കുക. ഒരു മെടഞ്ഞ കസേര ഉണ്ട്. നിങ്ങൾക്ക് പണ്ടത്തെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. ആ കസേര 2 കസേര അപ്പുറത്തിട്ടുണ്ടാവും. ബാക്കി ഒരു പടാപ്പുറമാണ്. പടാപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ. ആ കൊലായിൽ ഇങ്ങനെ ഒരു പടാപ്പുറം. ബാക്കി ആൾക്കാരൊക്കെ ആ പടാപ്പുറത്താണ് ഇരിക്കുക. അവിടെ നിറച്ചും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഈ 2 കസേര ഇങ്ങനെ ഇട്ടുണ്ടാവും. എപ്പോഴും ആൾക്കാരുണ്ടാവും. വല്യപ്പനെ കാണാൻ പല ആവശ്യങ്ങൾക്കും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ വല്യമ്മ ചായ കൊടുക്കും. ചായ നിങ്ങൾക്ക് അറിയാലോ, ഓലക്കൊടി കത്തിച്ച് കട്ടൻ ചായ ഉണ്ടാക്കും. ആ കട്ടൻ ചായക്ക് ഒരു പുകൻ്റെ ചുവ ഉണ്ടാവും. ആ ചുവ എപ്പോഴും എൻ്റെ വായിലുണ്ട്. വല്യമ്മാൻ്റെ കട്ടൻ ചായൻ്റെ പുകൻ്റെ ചുവ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുക അല്ലേ. ആ പുക പാളിയൊരു കട്ടൻ ചായ അതുണ്ടാവും. ഇപ്പോൾ മന്തിയൊക്കെ തിന്നുമ്പോൾ അതിലുണ്ടാവില്ല ഒരു പുക. അതേമാതിരി പണ്ട് ഈ മന്തിൻ്റെ പുകച്ചായ കിട്ടിയിരുന്നു നമുക്ക്. ഈ പുകൻ്റെ ചായ, ഈ ചായ വല്യമ്മ പാൽ ചായ ഒന്നും ഉണ്ടാവില്ല, കട്ടൻ ചായ. കുപ്പി ഗ്ലാസ് ഇല്ല, സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുക. സ്റ്റീൽ ഗ്ലാസിൻ്റെ വക്ക് പിടിക്കണം. സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ വെച്ചാൽ പിന്നെ വക്ക് പിടിക്കണം. ഗ്ലാസ് പിടിച്ചാൽ ചൂടാവും, വക്ക് ഇങ്ങനെ പിടിക്കണം. അത് പിടിക്കാനൊക്കെ എനിക്കൊക്കെ അറിയാം, അപ്പോഴും അത് പിടിക്കാൻ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഇതൊന്നും അറിയില്ല. കുപ്പി ഗ്ലാസ്സാണ്, എൻ്റെ വക്ക് ഇങ്ങനെ പിടിക്കണം. വല്യമ്മ കൊലായിൽ 2 ആൾക്കാർ വന്ന് വല്യപ്പനോട് സംസാരിക്കുകയാണ്. വല്യമ്മ കട്ടൻ ചായ ഉണ്ടാക്കി ഗ്ലാസ്സിലൊഴിച്ച് ആ ചായ എൻ്റെ കയ്യിൽ തന്നിട്ട് വല്യമ്മ പറഞ്ഞു, നീ ഇത് കൊണ്ട് കൊടുക്കുക. പണ്ടത്തെ പെണ്ണുങ്ങളൊന്നും കൊലായിക്ക് വരൂല, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കൊലായിന്ന് പോവില്ല. അപ്പം അന്ന് പെണ്ണുങ്ങൾ കൊലായിക്ക് ഇങ്ങോട്ട് വരൂല. കാരണം ആണുങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് ഇവർ മറിഞ്ഞാ നിൽക്കുക ഉണ്ടോ. ഇപ്പം അകത്തേക്ക് കയറടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താപ്പം ഞാൻ ഇവിടെ നിന്നാൽ ഇന്നലെ മാർച്ച് 8 വനിതാ ദിനം, നമുക്ക് അവകാശങ്ങൾ, പോരാട്ടങ്ങൾ, ഗുലാബ് സിന്ദാബാദ് പറഞ്ഞ് നിൽക്കും അല്ലേ. പക്ഷേ അന്ന് പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അന്ന് അവർ വാതിലിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല, വല്യമ്മ തീരെ ഇറങ്ങൂല. അപ്പോൾ ഈ ചായ കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളെ സഹായം വേണം. അപ്പോൾ സ്കൂള് ഇല്ലാത്ത ദിവസം ഞാൻ തറവാട്ടിലുണ്ട്. എൻ്റെ കൈ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 11-12 വയസ്സ് പ്രായം. ആ പ്രായത്തിലാണ് വല്യമ്മ 2 ഗ്ലാസ് വക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറയണത്, ഇത് കൊണ്ടുപോയിട്ട് ആ കൊലായിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്ക്. ഞാൻ ആ ചായയും കൊണ്ട് കൊലായിക്കാണ് ചെന്ന്. വല്യപ്പാനെ കണ്ട് വല്യപ്പ ചിരിച്ചു, ഞാനും ചിരിച്ചു. 2 കയ്യിലും ഗ്ലാസ്സാ. ഒന്നാമത്തെ കയ്യിലെ ഗ്ലാസ് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു, രണ്ടാമത്തെ കയ്യിലെ ഗ്ലാസ് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. റെഡി. ഇപ്പം 2 ആൾക്കും ചായ കിട്ടി. അവർ 2 പേരും എന്നോട് ചിരിച്ചു. ഞാൻ തിരിഞ്ഞിങ്ങോട്ട് നടക്കുമ്പം വല്യപ്പ ബാക്കിൽ നിന്ന് വിളിച്ചിട്ടാ അവിടക്ക് നിൽക്ക് ഇടവാ. ഞാൻ തിരിച്ചു ചെന്നു. ഞാൻ വിചാരിച്ചു വെരി ഗുഡ്, അടിപൊളി എന്ന് പറയാനാന്ന്. വല്യപ്പ പറഞ്ഞു, 2ാമത് കൊടുത്ത ചായ തിരിച്ചു വാങ്ങ്. അത് കേട്ടപ്പം വന്ന ആളൊന്ന് പേടിച്ചു. പടച്ചോനെ, ഇനി ഈ മൗലവി എനിക്ക് ചായ തരൂലേ. 2ാമത് കൊടുത്ത ചായ എന്നെ കൊണ്ട് തിരിച്ചു വാങ്ങി. ഞാനും വിചാരിച്ചു ഇയാൾക്ക് ചായ എടുക്കാൻ പറ്റാത്ത വൃത്തിയായിട്ട ചങ്ങായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയി കണ്ട് വേഗം ആ ചായ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി. വല്യപ്പാൻ്റെ മുഖത്തേക്കൊക്കെ വല്യപ്പ പറഞ്ഞു, ഇനി വലത്തെ കൈ കൊണ്ട് കൊടുക്ക്. ഇപ്പം എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യൻ ഒരു തെറ്റ് സ്നേഹത്തിൽ മയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുത്തി. ഇന്നും ബസ് കയറിയിട്ട് 1 ഉറുപ്യ ചില്ലറുണ്ടോയെന്ന് ചോദിച്ചാൽ അത് കീശയിൽ നിർത്ത് കൊടുക്കുമ്പോഴും വലത്തെ കൈ കൊണ്ടേ ഞാൻ കൊടുക്കൂ. അന്ന് എന്നെ വളർത്തിയപ്പോൾ എൻ്റെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ തിരുത്തിയതിൻ്റെ കൂട്ടരെ ഇന്ന് ആരായി തിരുത്താൻ പോണ് ഉണ്ടോ? ഓരോന്നും ഇടപെട്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, എന്ത് സാധനം നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത് കൈയുണ്ട വലത് കൈ കൊണ്ട് കൊടുക്കണം. സ്വതക്ക കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് തന്നെ അതാ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത്, ഇടത് കൈ അറിയരുത്. എന്താ അപ്പൊ കൊടുപ്പ് ഏതുകൊണ്ടാ? എന്തും നിങ്ങൾ കൊടുക്കുക വലത്തെ കൈ കൊണ്ട്, വലതിനെ മുന്തിക്കും. അതാണ് ഇസ്ലാം. ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം
അത് ആരാ തിരുത്തി തരുന്നത്? നമ്മൾ സാധാരണ 2 കയ്യിൽ ഗ്ലാസ് കൊണ്ടുപോകുമ്പോൾ ഒരു കയ്യിലെ ഗ്ലാസ് ഒരാൾക്ക്, മറ്റേ കയ്യിലെ ഗ്ലാസ് ഒരാൾക്ക് കൊടുക്കുക. ഇത് ചൂടുള്ള ചായയെ കളിക്കുന്ന കളിയല്ല, ഇതിന് വക്ക് പിടിക്കണം. ഇത് കൈ മാറ്റലൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് തിരുത്തിയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്താ അറിയോ, എൻ്റെ വല്യപ്പ തിരുത്തിയത് എന്നെ മാത്രമല്ലല്ലോ, ആ വന്നിരിക്കുന്ന 2 പേർക്കും ഈ കാര്യം മനസ്സിലായി അല്ലേ? ആ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി, മൗലവി എന്ത് സാധനം വലത്തെ കൈകൊണ്ട് കൊടുക്കണം എന്ന് കുട്ടിയെ പഠിപ്പിച്ചു. അങ്ങനെ വേണം, ഇനി അവരും അങ്ങനെ കൊടുക്കും. ഒരു സമൂഹം മാറുകയാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണ്ടേ? അവരെ തിരുത്താൻ കഴിയണ്ടേ? അപ്പം ഞാൻ എന്താ പറയണത്, മക്കളെ വളർത്തൽ എന്നതിൻ്റെ അടിസ്ഥാനം ഈ തിരുത്തലാണ്. അപ്പം എന്ത് കാര്യവും ഇങ്ങനെ തിരുത്തി കൊടുക്കുമ്പോൾ മക്കളങ്ങനെ മനോഹരമായി വളർന്നു വരും. നമ്മൾ മക്കളെ വളർത്തും. ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് അവസാനിപ്പിക്കാനോ. മൂന്നാമത്തെ കാര്യത്തിൻ്റെ പേരാണ് നിയന്ത്രണം. മക്കൾക്ക് ശിക്ഷണം കൊടുക്കണം. ശിക്ഷണം രണ്ടാ. ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പണിഷ്മെൻ്റ് ആണ്. ശിക്ഷണം എന്ന് പറഞ്ഞാലോ അത് നിയന്ത്രിച്ച് ഇടപെട്ട് തിരുത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒറ്റ വാക്കാണ് ശിക്ഷണം എന്ന്. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? കുട്ടികൾക്ക് ഇന്ന് ശിക്ഷണം കുറവും ഭക്ഷണം കൂടുതലുമാണ്. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ലേ? ഭയങ്കര ഭക്ഷണ, എന്തോരം ഭക്ഷണം എന്നറിയോ? ഭക്ഷണം ഇവിടെ ഉള്ളത് നോക്കിയെടുക്കുകയാണ് പുതിയ തലമുറ. എൻ്റെ മോൻ +1 പഠിക്കുക. എൻ്റെ മോന് +1 പഠിക്കുക. അപ്പോൾ അവൻ്റെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ ഫോണില്ല, അവൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ വൈഫ് നോക്കിയപ്പോൾ ഉണ്ട് പുതിയൊരു ഗ്രൂപ്പ് ഫോണിൽ. നോമ്പിൻ്റെ അന്ന്, രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് ഫോണിൽ പുതിയൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ പേരെന്താ അറിയോ? പേരാ രസം, ചോറുള്ള പള്ളി. എന്താ ഗ്രൂപ്പിൻ്റെ പേര്? ചോറുള്ള പള്ളി. ഗ്രൂപ്പിൻ്റെ പേരാ. ഞാൻ ചോദിച്ചു, ഇത് ഒന്ന് വന്ന് നിനക്കെന്താടി ചോറുള്ള പള്ളി? അപ്പോൾ വൈഫ് പറഞ്ഞു, ഞാനല്ല, ഇത് ഇൻ്റെതല്ലല്ലോ ഗ്രൂപ്പ്. നോക്കിയപ്പോൾ എൻ്റെ മോനെ ആഡ് ചെയ്ത്. അപ്പോൾ ഓനെ വിളിച്ച് ചോദിച്ചു, ഇതെന്താ ഗ്രൂപ്പ് ചോറുള്ള പള്ളി? മോനും പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാ. ഏതൊക്കെ പള്ളിയിലാണ് ചോറുള്ളത്? അവിടെ മഗ്‌രിബ് നിസ്കരിക്കാൻ പോയാൽ ചോറിട്ടു. എന്നിട്ട് ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, 4ാമത്തെ നോമ്പിൻ്റെ അന്ന് ഇന്ന പള്ളിയിൽ മന്തിയാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് സൈക്കിളും സ്കൂട്ടറൊക്കെ ആയിട്ട് നിസ്കരിക്കാൻ വരിക. അപ്പം ഈ ഇത് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മന്തി. 7ാമത്തെ നോമ്പിന് മറ്റേ പള്ളിയിൽ ബിരിയാണിയാണ്, എല്ലാവരും ആ പള്ളിക്ക് പോവുക. അപ്പോൾ നിസ്കരിക്കാനുള്ള ദൈവത്തല്ല തോന്നുന്നുണ്ട് ഇപ്പം കേട്ടോ. പിന്നെ എൻ്റെ മോന് ഞാൻ അങ്ങനെ വിടാത്തത് കൊണ്ട് അവൻ പോവാറില്ല. പക്ഷേ ആ ഗ്രൂപ്പിൽ ഇവൻ്റെ ഫ്രണ്ട്സ് ഇവനെ ആഡ് ചെയ്തതാണ്, ഇവനും വരുമെന്ന്. അപ്പോൾ എന്താ കുട്ടികൾക്ക് കൂടുതലുള്ളത്? ഭക്ഷണം. കുറവോ? ശിക്ഷണം. എന്താ ശരിക്കും വേണ്ടത്? ശിക്ഷണം.
ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതി. എന്തോരം തടി നമ്മളെ മക്കൾ, കുറച്ച് കുറഞ്ഞോട്ടെ, പ്രശ്നമില്ല. കണ്ടോ, കുട്ടികളെ നിയന്ത്രിക്കണം. അവൻ രാത്രി പുറത്തു പോവാൻ പാടില്ല. കയ്യിൽ മൊബൈൽ ഫോണുള്ള കുട്ടി, ചില കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തവർ, +2 കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തവർ, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഫോൺ വാങ്ങിക്കൊടുത്തവർ, അതൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഞാൻ പ്രശ്നം പറയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് അല്പമെങ്കിലും നിയന്ത്രണമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കണം. ആൺകുട്ടി ഒരു ജോലി കിട്ടി ഒരു കുടുംബമാകുന്നത് വരെ, പെൺകുട്ടി വിവാഹം കഴിയുന്നത് വരെ ആ കുട്ടികളെ കയ്യിൽ രാത്രി മൊബൈൽ ഫോൺ ഉണ്ടാവരുത്. തെറ്റിപ്പോകും. വലിയ മനുഷ്യന്മാർ നിങ്ങൾ നോക്കണം. പുതിയ കണക്കനുസരിച്ചിട്ട് ഈ മൊബൈൽ ഫോണിനകത്ത് ആണും പെണ്ണും ഇണ ചേരുന്ന വൃത്തികെട്ട വീഡിയോകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 15 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മക്കളല്ല. 20 വയസ്സിനും 25 വയസ്സും പ്രായമുള്ള മക്കളും അല്ല. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട വീഡിയോകൾ കാണുന്നത് 30നും 50നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഞാനും നിങ്ങളൊക്കെയാണ് എന്നർത്ഥം അല്ലേ? വലിയ ഒരു മനുഷ്യന് പോലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു സാധനം രാത്രി എല്ലാവരും ഉറങ്ങി ആരും കാണാത്തൊരവസരത്തിൽ ഇത് കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ കുട്ടി തെറ്റിപ്പോയോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൈബർ ഇടങ്ങളിലാണ്. ഇതാണ് പ്രശ്നം. താനൂരിലെ 2 കുട്ടികൾ പോയി, ഒരു ചെക്കനും കൂടെ പോയി, ചെലവും കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് ഒരു ചെക്കനെ വിളിച്ചത്. ഈ ചെക്കനും പോയി. ഈ ചെക്കനായിട്ട് എങ്ങനെ ഇവർ ബന്ധമുണ്ടാക്കിയത്? ഇൻസ്റ്റാഗ്രാമാണ്. അപ്പം നമ്മുടെ കുട്ടി ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ട്, ആ കുട്ടീൻ്റെ ഫോണ് ഏത് സമയത്തും ഉമ്മാക്ക് ഇങ്ങോട്ട് വാങ്ങാനും ഓൻ്റെ 10 വിരലും അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഒരു വിരലെങ്കിലും ഇങ്ങനെ വെക്കാൻ കഴിയണം. അല്ലെങ്കിൽ കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്, എറിഞ്ഞു പൊട്ടിക്കണം. ഈ കുട്ടികൾ തെറ്റിപ്പോകും. അപ്പം രാത്രി ഒരു 9 മണിയായി കഴിഞ്ഞാൽ ഉമ്മാക്ക് പുതിയൊരു പണിയുണ്ട്. മോളെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങണം, മോൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങണം. ഒരു മരണ വാർത്തയും ഈ കുട്ടിക്ക് രാത്രി ആരും വിളിച്ച് പറയില്ലല്ലോ. ഒരു വാർത്തയും കുട്ടീനെ ആരും വിളിക്കൂലല്ലോ. ബാപ്പൊന്ന് കഴിഞ്ഞ് വീണാൽ കുട്ടീൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കൂലല്ലോ. ഉമ്മാൻ്റെയും അപ്പൻ്റെയും ഫോണിലേക്കല്ലേ വിളിക്കുക. കുട്ടിക്ക് എന്തിനാ രാത്രി ഫോൺ? രാത്രി വരെ ഫോൺ ഉപയോഗിച്ചോട്ടെ. രാത്രി 9 മണി കഴിഞ്ഞാൽ 9:30 കഴിഞ്ഞാൽ ഈ ഫോണ് ഉമ്മാൻ്റെ കയ്യിൽ ഇങ്ങോട്ട് തരണം. അത് നിങ്ങളുടെ വീട്ടിൽ റൂമിൽ കൊണ്ടു ചെന്ന് വെച്ച് റൂം അടച്ച് കുറ്റിയിട്ട് നിങ്ങൾ കിടക്കാവും. അല്ലെങ്കിൽ കുട്ടി എപ്പോഴെങ്കിലും റൂമിൽ ഒന്ന് ഫോൺ എടുത്തുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളാ. കുട്ടി തെറ്റിപ്പോവാതിരിക്കാനുള്ള നിയന്ത്രണം ഞങ്ങളോട് പറഞ്ഞതാ. ഇതാണ് ഇസ്ലാമിക് പാരന്റിങ്. അതിശക്തമായ നിയന്ത്രണം. എന്നാലോ അതിനകത്ത് സ്നേഹം, അതിനകത്തൊരു സൗഹൃദം, അതിനകത്ത് ഒരു മയം ഒക്കെ വേണം അല്ലേ? ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ലുക്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മഹാനായ മനുഷ്യൻ. ആ ലുക്മാന് മോനോ വിളിക്കുന്ന വിളിങ്ങൊക്കെ കേൾക്കാം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അളീം. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ, എൻ്റെ പൊന്നു മോനെ. ആരാ വിളിക്കുന്നത്? പണ്ഡിതനായ മനുഷ്യൻ. ആ മനുഷ്യൻ വിളിക്കുകയാണ്, മോനെ വിളിക്കുകയാണ്. എൻ്റെ കുഞ്ഞു മോനെ, എൻ്റെ പൊന്നു മോനെ, പാൻ്റെ മോനെ, വാ ലാ തുശ്രിക് ബില്ലാ. ശിർക്ക് ചെറുക്കല്ല കേട്ടാ. ആരോടായി പറയണ അറിയോ? ചെറിയ കുട്ടീനോട്. അതിൻ്റെ പേരാ തെർബിയത്ത്. വലിയ ചെക്കനോടല്ല പറയണേ, ചെറിയ മോനോടാ പറയണേ. മോനെ ശിർക്ക് ചെറുക്കല്ലോ. ഏറ്റവും വലിയ നുൽമാണത്, അള്ള പൊറുക്കാത്ത പാപം. പൊന്നുമോനെ ചെറുക്കല്ലോ. ഇങ്ങനെയാ ലുക്മാൻ വിളിച്ചത്. മോനെ വാ, നീ വലിയ ആളാവല്ലോ, നിന്റെ ശബ്ദം ഉയർത്തരുതേ. ഏറ്റവും വൃത്തികെട്ട ശബ്ദം കഴുതൻ്റെ ശബ്ദമാണ്. നീ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. ഉപ്പയോട്, ഉമ്മയോട്, വല്ലിപ്പയോട്, വല്ലിമ്മയോട്, അധ്യാപകരോട്, ഗുരുക്കന്മാരോട്, ഉസ്താദുമാരോട്, മൂത്തവരോട്, മുതിർന്നവരോട് ഉയരരുത് നിന്റെ ശബ്ദം. ആരാ പറഞ്ഞു കൊടുക്കണത്? ലുക്മാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നിങ്ങളെ പുരയിൽ ഏറ്റവും വലിയ ശബ്ദമുള്ള ആരാ? ബാപ്പയാണോ, ഉമ്മയാണോ, മൂത്ത മോനാണോ, മൂത്ത മോളാണോ? ആരാ ശബ്ദം ഏറ്റവും വലുത്? ആരോടാ പറഞ്ഞു കൊടുക്കണത്? കുട്ടിയോട്. നിയന്ത്രണം വേണം. എൻ്റെ മകൻ്റെ ശബ്ദം എത്ര ഉയരണം, എവിടെ ഉയരണം, എന്തൊക്കെ ചെയ്യണം, എല്ലാറ്റിനും ഒരു നിയന്ത്രണമുള്ള ഒരു വ്യവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ പാരൻറ്റിങ് എന്നത്. അവിടെയാണ് ഇസ്ലാമിൻ്റെ പാരൻറ്റിങ്ങും മറ്റു പാരൻറ്റിങ്ങും തമ്മിൽ വ്യത്യസ്തമാകുന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഇല്ലേ? ഇനിയോ
ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവണം. ഞാനിപ്പോൾ കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിക പാരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനം വളർത്തൽ ആണ്, വളരൽ അല്ല. ഒന്നും നമ്മൾ വളരാൻ സമ്മതിക്കില്ല, എല്ലാം വളർത്തണം. ശീലങ്ങൾ വളർത്തണം, രീതികൾ വളർത്തണം, വിശ്വാസം വളർത്തണം, ഹലാലും ഹറാമും വളർത്തണം. കുട്ടിയൊക്കെ അറിയാഞ്ഞിട്ടാ പ്രിയപ്പെട്ടവരെ, അറിയാഞ്ഞിട്ടാ. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കോളേജിലെ ക്യാമ്പസിനകത്തെ പള്ളി, ആ ക്യാമ്പസിനകത്തെ പള്ളിയിൽ ലോഹർ നിസ്കരിക്കാൻ വേണ്ടി കുട്ടികൾ വരും, പെൺകുട്ടികളും വരും. പാൻറ്റും കുപ്പായും ഇട്ട്, ലിപ്സ്റ്റിക് ഇട്ട്, ചുണ്ട് ചോപ്പിച്ച്, മുഖം മിനുക്കി, കണ്ണെഴുതിയ കുട്ടി പള്ളിയിൽ നിസ്കരിക്കാൻ വരും. അപ്പം നിങ്ങൾ നോക്കണം, ആ കുട്ടിക്ക് നിസ്കരിക്കണം എന്നറിയാം, ആ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാണെന്നറിയാം, അതുകൊണ്ടല്ലേ പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ. പക്ഷെ ആ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുത്തില്ല, ഈ വസ്ത്രം ഇസ്ലാമിൻ്റെ വസ്ത്രമല്ല, ഈ ചുവപ്പ്, ചുണ്ട് ചുവപ്പിച്ചത് ഇസ്ലാമിൻ്റെ രീതിയല്ല, ഇത് ഇങ്ങനെ നീ നടക്കാൻ പാടില്ല, നീ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തില്ല. ആരത് പറയേണ്ടത്? പള്ളിയിലെ മൊയ്ലിയാരാ? ആരത് പറയേണ്ടത്? ആ കോളേജിലെ മാഷുമാരാ? ആരാ പറയേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ആ വസ്ത്രം ധരിച്ച് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മയല്ലേ നിയന്ത്രിക്കേണ്ടത്, ബാപ്പയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന നല്ല വിശ്വാസമുള്ള ഈ കുട്ടി ഇത്തരത്തിൽ നടക്കുന്നതിൻ്റെ ഉത്തരവാദി ആ കുട്ടിയല്ലല്ലോ, ആ കുട്ടിയുടെ രക്ഷിതാക്കളല്ലേ. അവൾ ചുണ്ട് ചോപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട, മോളെ ഹറാമാണ്, ഇസ്ലാമിൽ ഹറാമും ഹലാലും ഉണ്ട്. ഇതാരാ ഉത്തരവാദി? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ പള്ളിയിൽ കാര്യമുണ്ടോന്ന്? നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത ഒരു ഡ്രസ്സും നമ്മുടെ കുട്ടിയുടെ കയ്യിലുണ്ടാവില്ല, നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത ഒന്നും കുട്ടീൻ്റെ കയ്യിലുണ്ടാവില്ല. നമ്മൾ കൊടുത്തതല്ലേ ഇത്? നാളെ പരലോകത്ത് നമ്മളെ ചോദ്യം ചെയ്യൂലേ? ആരാ ഈ കുട്ടികൾ നിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടുന്ന ഒരു ദിവസമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, കുട്ടികൾ നിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടും. എൻ്റെ ഉമ്മയാണ്, എൻ്റെ വാപ്പയാണ് എന്നെ നിയന്ത്രിക്കാതെ, എന്നെ ഇടപെടാതെ, എന്നെ തിരുത്താതെ എന്നെ ഇങ്ങനെ ആക്കിയത് പഠിച്ചോനെ ആ നിൽക്കണ ബാപ്പിയമ്മയാണെന്ന്. നിങ്ങൾ പോറ്റി വളർത്തി നയിച്ചുണ്ടാക്കി പോറ്റിയ മക്കൾ നിങ്ങൾക്ക് നേരെ നാളെ കൈ ചൂണ്ടുന്നൊരു സന്ദർഭം ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു സന്ദർഭമുണ്ട്. ഒരു മനുഷ്യൻ പരലോകത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ നന്മകൾ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ ഇങ്ങനെ വായിച്ച് കേട്ട് അയാൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അയാൾ പടച്ചോനോട് ചോദിക്കും, പടച്ചോനെ എന്താ അത്? ഞാൻ ഇത്രക്കൊന്നും ചെയ്തില്ലല്ലോ ഭൂമിയിൽ, ഞാൻ ഇങ്ങനൊന്നും ചെയ്തില്ലല്ലോ, ഈ വായിച്ചതൊന്നും ഞാൻ ചെയ്തില്ല, എന്താ എനിക്ക് ഇത്ര നന്മകൾ എന്ന് പറയുമ്പോൾ അള്ളാഹ് ആ മനുഷ്യനോട് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ആ മനുഷ്യനോട് പടച്ചോൻ പറയടോ, നീ മരിച്ചു പിരിയുമ്പോൾ ഭൂമിയിൽ നിനക്ക് മക്കളുണ്ടായിരുന്നില്ലേ? അയാൾ പറയും, ഉണ്ടായിരുന്നു പടച്ചോനെ, ഞാൻ മനോഹരമായി പോറ്റിയ, ഞാൻ തർബിയത്ത് കൊടുത്ത് വളർത്തിയ, ഞാൻ നിയന്ത്രിച്ച എൻ്റെ മക്കളുണ്ടായിരുന്നു. ആ നീ മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി ആ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് അല്ലേ? രണ്ട് കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത്. നമുക്ക് നേരെ കൈ ചൂണ്ടുന്ന മക്കള്, ദാ നിൽക്കണിൻ്റെ വാപ്പ, ഇന്നൊന്നും പറഞ്ഞെന്നില്ല, പടച്ചോനെ പിടിച്ചോ. നമ്മൾ എന്താവും? ഈ ദുനിയാവിൽ 80 കൊല്ലം ജീവിച്ച് നയിച്ച് ഗൾഫ് പോയി കഷ്ടപ്പെട്ട് നെട്ടോട്ടമോടി എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് കൂട്ടരെ. എന്നിട്ട് നാളെ ഇവിടെയും പോട്ടെ, ഇവിടെ നമ്മൾ ജീവിച്ചില്ല ഇല്ലേ? ഗൾഫ് നിർത്തി വരുമ്പോൾ പ്രായം എത്രയാ? 60. മുടിയൊക്കെ നരച്ച് താടിയൊക്കെ നരച്ച് പിന്നെ എത്ര കൊല്ലം ഭൂമിയിൽ ജീവിക്കുക? നിങ്ങൾക്ക് എത്ര വയസ്സായി? 70 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാക്സിമം മര്യാദയ്ക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക. 70 കഴിഞ്ഞാൽ ആരോഗ്യം പോവും, രോഗങ്ങൾ വരാൻ തുടങ്ങും. 75, 78, 80 ഒക്കെ ആകുമ്പോഴേക്ക് ശരീരം തന്നെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ നിന്ന് നമ്മളിങ്ങനെ പോകാനുള്ള ഏർപ്പാടിലേക്ക് വരും. മനുഷ്യൻ്റെ ജീവിതം അത്രേ ഉള്ളൂ, വലിയ സ്റ്റൈലാക്കി നടക്കൊന്നും വേണ്ട. 50 വയസ്സായോ നിങ്ങൾക്ക്? ഇനി ഒരു 10-20 കൊല്ലം കൂടി ആയുസ് ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കും, അതിനപ്പുറത്തില്ലല്ലോ. നിങ്ങൾ ജീവിച്ചോ ഭൂമിയിൽ? നേരം വെളുക്കുമ്പം പണിയായുധങ്ങളുമായി പണിക്കിറങ്ങി, വൈകുന്നേരം വിയർത്ത് കുളിച്ച് വീട്ടിൽ കയറി വന്ന് കിട്ടുന്നത് കൊണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി കൊടുത്ത നിങ്ങൾക്ക് നേരെ നാളെ പരലോകത്ത് മക്കൾ കൈ ചൂണ്ടിക്കിട്ട് ഈ ബാപ്പ ഇതാ നിൽക്കണ്, ഇയാൾ എന്നെ നിയന്ത്രിച്ചില്ല, ഇയാൾ എന്നെ ഇടപെട്ടില്ല, ഇയാൾ എന്നെ തിരുത്തിയില്ല പടച്ചോനെ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടം ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും കൂടിയാണ്. ഇഹലോകത്തുനിന്ന് മാത്രമല്ല നിങ്ങൾക്ക് നേരെ ചുറ്റിക ഉയരുക, പരലോകത്തുനിന്ന് ചുണ്ടുവിരലുകൾ നിങ്ങൾക്ക് നേരെ ഉയരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ ഇടപെടലുകൾ മക്കളെ വളർത്തുമ്പോൾ എത്ര വലിയ മക്കളുമാവട്ടെ നിങ്ങൾക്കുണ്ടാവണം, അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു പോകും. നീ രണ്ടാമത്തെ കാര്യം ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഇദാ മാത്തൽ ഇൻസാന ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ഇൻ ഖത അമലുഹു സകലത്തും നിന്ന് പോകും, സകലത്തും ഇല്ലാ മിൻ സലാസ, 3 എണ്ണം ഒഴികെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി, അസ്സദഖത്തുൽ ജാരിയ വഇൽമുൻ യുൻതഫഉ ബിഹി. മൂന്നാമതായി റസൂൽ എണ്ണുക, ഞാൻ വിശദീകരിക്കുന്നില്ല. വലദുൻ സ്വാലിഹുൻ യദഉ ലഹു,
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ. ഏതെങ്കിലും ഒരു മോള് ചുണ്ടൊക്കെ ചോപ്പിച്ച് കണ്ണൊക്കെ എഴുതി തലയിൽ തട്ടൂല്ലാതെ പഠിച്ചോനെ എൻ്റെ ഉമ്മക്ക് പുറത്തു കിടന്ന പഠിച്ചോൻ കേൾക്കൂല. ഏതെങ്കിലും ഒരു മോന് ചുണ്ടിൻ്റെ ഇടയിൽ ഹാൻഡ്സ് തിരികെ വെച്ചിട്ട് അവൻ പോയിട്ട് പ്രാർത്ഥിച്ച പഠിച്ചോൻ കേൾക്കൂല കൂട്ടരെ. ആ കുട്ടി മുത്തക്കയാവണം. ആ കുട്ടി ഏറ്റവും നല്ല സ്വാലിഹായ കുട്ടിയാവണം. അതിനെ സ്വാലിഹാക്കാൻ, മുത്തക്കയാക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഉയരുന്ന പ്രാർത്ഥനകൾ നാളെ റബ്ബിൻ്റെ കോടതിയിലെത്താൻ നിങ്ങൾ ഈ നിയന്ത്രണം കുട്ടികളിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ ഇഹലോകത്തുനിന്നും പരലോകത്തുനിന്നും നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നിസ്കരിക്കാനുണ്ട്, അടുത്ത പരിപാടി തുടങ്ങാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ നേരം പറയില്ല. കുറച്ച് നഷ്ടങ്ങൾക്കും വരണം. കാരണം 10 മണിക്കുള്ള ക്ലാസ് നിങ്ങൾ 12 മണിക്കാണല്ലോ എത്തിയത്. അതുകൊണ്ട് കുറച്ചൊക്കെ നഷ്ടങ്ങൾക്കും വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, അവസാനിക്കുകയാണ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? മക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മക്കളുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനം മക്കളുടെ സൗഹൃദങ്ങളാണ്. സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്. ആരാണ് നമ്മുടെ മക്കളെ കൂടെയുള്ളത്? നമ്മുടെ മക്കൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടാവും. ഒരു പള്ളി ഉറപ്പാണ്. ആ പള്ളിയിൽ എന്നും സുബൈക്ക് വരുന്ന കുറച്ച് കുട്ടികൾ അവർ ഫ്രണ്ട്സായി നിങ്ങൾ വിചാരിച്ചോ? ഒരു കാര്യം ഉറപ്പാണല്ലോ, സുബൈക്ക് രാത്രി ഉറക്കമൊഴിഞ്ഞ് എഴുന്നേറ്റ് ഒളുവെടുത്ത് വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു കുട്ടി, എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിക്കൊരു നന്മ ഉണ്ടാവും. 5 നേരം പള്ളിയിൽ പോകണമെന്നുള്ളൊരു വിചാരം ഉണ്ടാവും. ഇത്തിരി നേരം ഖുർആൻ ഓതും അല്ലേ? ആ കുട്ടികൾ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ നിങ്ങളെ കുട്ടി തെറ്റിപ്പോവില്ല. എന്നാൽ നമ്മുടെ മിക്ക കാര്യങ്ങളും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കുമ്പോൾ തെറ്റിപ്പോയ കുട്ടികൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ സൗഹൃദത്തിലാണ് പ്രശ്നം. താനൂരിൽ നിന്ന് 2-3 ദിവസം മുമ്പ് ബോംബെയിലേക്ക് പോയ കുട്ടി, ഒരു മുസ്ലിം കുട്ടിയുണ്ട് ആ കൂട്ടത്തിൽ. കൂടെയുള്ളത് ഒരു മുസ്ലിം അല്ലാത്ത കുട്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഈ കുട്ടികൾ ഇങ്ങനെ ആവാൻ കാരണം ഓരോ സൗഹൃദമാണ്. ഇതിലൊരു കുട്ടിക്കാണ് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുക, ഇങ്ങനെ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുക, ഇങ്ങനെ ചെക്കൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുക. ആ കുട്ടി മറ്റേ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ കുറിച്ച് മനോഹരമായൊരു ഉപമ പറഞ്ഞു. അതിമനോഹരമായ ഉപമ എങ്ങനെയാണ്? നല്ല സുഹൃത്ത് അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്, മോശം സുഹൃത്ത് കൊല്ലൻ്റെ പണിശാല പോലെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ് ഉപമ. എന്താ ഉപമിച്ച്? നല്ല സുഹൃത്ത് അത്തർ വിൽപ്പനക്കാരനെ പോലെ. എന്താ അത്തർ വിൽപ്പനക്കാരൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടി നമ്മളൊന്ന് പോയാൽ മൂപ്പര് വിളിക്കും, വാ അത്തറുണ്ട് നോക്ക്, എല്ലായിടത്തും തേച്ച് തരും. നമ്മളിങ്ങനെ മണക്കും, എന്നിട്ട് അവസാനം വാങ്ങാതെ പോരും. നിങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും നിങ്ങൾ പോകുമ്പം ഒരു മണം, ഒരു സുഗന്ധം, ഒരു നല്ല രസമുള്ളൊരു മണം നിങ്ങളുടെ മേലെ അവശേഷിക്കും അല്ലേ? നിങ്ങൾ അത് കൊണ്ടുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ചോദിക്കും, ഏതാടാ അത്തറ് ചേച്ചി, നല്ല രസമുണ്ടല്ലോ, മണമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഒരു നിൽക്കുന്ന ഒരു ഇത്തിരി സമയം കൊണ്ട് ഒരു ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് തരാൻ നല്ല സുഹൃത്തിന് പറ്റും. അത് വലിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മോശം സുഹൃത്ത് കൊല്ലൻ്റെ പണിശാല പോലെ. കൊല്ലൻ്റെ പണിശാലയുടെ പ്രത്യേകത എന്താ? വെള്ള തുണി കുപ്പായൊക്കെ ഇട്ട് നിങ്ങൾ കൊല്ലൻ്റെ പണിശാലയിൽ പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നോക്ക്, വെറുതെ ഇരുന്നാൽ മതി. കൊല്ലൻ അങ്ങനെ ഉല ഊതുന്നുണ്ടാവും, അങ്ങനെ ഫൂ തീ ഇങ്ങനെ വരുന്നുണ്ടാവും, അതിൻ്റെ പൊരി വരുന്നുണ്ടാവും, വെൽഡിങ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പം അതിൻ്റെ പൊരി വീണ് നിങ്ങളുടെ കുപ്പായം ഓട്ടായി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും ഒരു കരിയെങ്കിലും നിങ്ങളുടെ മേല് പരണ്ടുണ്ടാവും, നിങ്ങളുടെ രൂപം വികൃതമായിട്ടുണ്ടാവും. കൊല്ലൻ്റെ പണിശാല പോലെയാണ് മോശം സുഹൃത്ത്. ഒരല്പസമയം അവൻ്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കരി പുരളും, നിങ്ങളുടെ സ്വഭാവത്തിൽ ഓട്ട വീഴും. നല്ല സുഹൃത്ത് അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് എന്ന് മക്കൾക്ക് പറഞ്ഞു. ആരൊക്കെ ഞങ്ങളെ കുട്ടികളെ സുഹൃത്തുക്കൾ? ഇത് കൃത്യമായി നമുക്ക് ഒരു ബോധം ഉണ്ടാവണം. മിക്ക മയക്കുമരുന്ന് കേസുകളിലും മക്കൾ പെട്ടുപോകുന്നത് അവിടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുമ്പോഴാണ്. മിക്ക കേസുകളിലും പെട്ടുപോകുന്നത് ഒരു ചെക്കൻ, ഒരു സുന്ദരനായ ചെക്കൻ, കാണാൻ നല്ല ഭംഗിയുള്ള, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ, എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു ചെക്കൻ. ആ ചെക്കന് ഉപ്പാനോട് പറയാണ്, ഉപ്പാ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണം. +2 കഴിഞ്ഞപ്പോൾ പറയാ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണം. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ബാപ്പ ചോദിച്ചു, അവിടെ എന്താ മോനെ ഗുണം? ചെക്കൻ പറഞ്ഞു, ഉപ്പാ ബാംഗ്ലൂരിൽ പോയാൽ ലാംഗ്വേജ് ശരിയാവും, ഇംഗ്ലീഷൊക്കെ വളരെ മനോഹരമായി സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ലാംഗ്വേജൊക്കെ ശരിയായി അതിമനോഹരമായി അടിപൊളിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോട്ടെ. ആ ഉപ്പ മകൻ നന്നായി പഠിച്ചോളൂ എന്ന് കരുതിയിട്ട് അവനോട് പറഞ്ഞു, ഉപ്പ ആലോചിക്കട്ടെ,
അയാൾക്കറിയാവുന്ന 1-2 ആളുകളോട് അയാൾ ചോദിച്ചു, മോനെ ഒന്ന് ബാംഗ്ലൂരിൽ വിടട്ടെ. അവരൊക്കെ ചോദിച്ചു, വേണോ? ഞാൻ ഈ പറയണത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം, മക്കളെ വളർത്തുന്നതിൽ ഉണ്ടാവണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ലാംഗ്വേജൊക്കെ കിട്ടും, അവനെ വിട്ടേക്ക്. അങ്ങനെ സുന്ദരനായ, ആര് കണ്ടാലും ഒന്ന് നോക്കാൻ തോന്നുന്ന ചെക്കൻ, നല്ല സ്വഭാവമുള്ള, അമ്മനും ബാപ്പനൊക്കെ ഇഷ്ടമുള്ള ഈ ചെക്കൻ, അവൻ നേരെ ബാംഗ്ലൂരിൽ പോവാണ്. ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഈ ചെക്കന് അവിടെ ഒരു കോഴ്സിന് ചേരുക, ഒരു വീട്ടിൽ താമസം ശരിയാക്കി. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ്റെ കോളേജിൽ നിന്ന് ഉപ്പാക്കൊരു ഫോൺ. ഉപ്പാക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് ഫോൺ. അത് മനസ്സിലാകുന്ന ഒരാളെ കൊണ്ട് കേൾപ്പിച്ചപ്പോൾ ആ ചങ്ങാതി പറഞ്ഞു, ഫോൺ ചെയ്ത ആൾ വാപ്പാനോട് പറഞ്ഞു, ഈ ഫോൺ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? വാപ്പാക്ക് അതൊന്നും അറിയില്ലല്ലോ, വാപ്പാക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അവസാനം ആ ഫോൺ ചെയ്ത പ്രിൻസിപ്പാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ വാട്സപ്പിലേക്ക് ഞാനൊരു വോയിസ് ആയിട്ട് ഇടാം, നിങ്ങളിത് ആർക്കെങ്കിലും ഒന്ന് കേൾപ്പിച്ച് കൊടുത്തിട്ട് എന്താണെന്ന് മനസ്സിലാക്ക്. അങ്ങനെ വോയിസ് അറിയുന്ന ഒരാൾ കേട്ടു നോക്കിയപ്പം ആ വോയിസ് പറയണത്, എത്രയും പെട്ടെന്ന് ബാപ്പ കോളേജിൽ വന്ന് മകനെ കൊണ്ടുപോകണമെന്നാണ്. 2 മാസം, ഇയാൾ എത്രയോ ലക്ഷം റുപ്യ ഫീസ് അടച്ചാണ്. 2 മാസം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ മോനെ കൊണ്ടുപോകണം. ബാപ്പ ഭാഷ അറിയാവുന്ന ഒരു സുഹൃത്തിനെ കൂട്ടി നേരെ പോവുക ബാംഗ്ലൂർക്ക്. അവിടെ ചെന്നപ്പം പ്രിൻസിപ്പാൾ കാണിച്ചു കൊടുക്കുക, നിങ്ങളെ മകൻ MDMA ഉപയോഗിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അടിമപ്പെട്ടു പോകുന്ന ലഹരിയുടെ പേരാണ് MDMA. ഒറ്റ പ്രാവശ്യം. പണ്ട് കാലത്തൊക്കെ കഞ്ചാവ് ഇങ്ങനെ വലിച്ച് കുറേ കഴിയുമ്പോൾ അഡിക്ഷൻ വരിക, ലഹരിയെ ബാധിക്കുക. ഇപ്പോഴത്തെ MDMA ഒറ്റ പ്രാവശ്യം. അപ്പം ഈ ചെക്കന് ഇത് ഉപയോഗിച്ചിരിക്കുന്നു, കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇവനെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ബാപ്പനോട് പറയാണ്. കൂടെ വന്ന ആൾക്ക് നന്നായിട്ട് ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പം അങ്ങനത്തെ ഒരാളെ കൂട്ടിയാണ് പോയത്. അങ്ങനെ ഈ ചെറുക്കനോട് സംസാരിച്ചു. അവൻ്റെ താമസ സ്ഥലമൊക്കെ മാറ്റി, വേറെ ഫ്രണ്ട്സിനൊക്കെ മാറ്റി വേറെ താമസ സ്ഥലത്തൊക്കെ ആക്കിയിട്ട് ബാപ്പ ഈ പ്രിൻസിപ്പാളിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ മോനിൻ്റെ പ്രതീക്ഷയാണ്, അതുകൊണ്ട് ഇവനെ പുറത്താക്കരുത്, ഒരു ചാൻസും കൂടി എൻ്റെ മോന് നിങ്ങൾ തരണം. അങ്ങനെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ശരി നമ്മുടെ നോട്ടെ. 1 മാസത്തിന് കഴിയുന്നതിന് മുമ്പ് പ്രിൻസിപ്പാളിൻ്റെ വോയിസ് വീണ്ടും വന്നു ബാപ്പാക്ക്. ആ വോയിസ് കണ്ടപ്പോൾ തന്നെ ബാപ്പാക്ക് കൈയും കാലും മറക്കാൻ തുടങ്ങി. അയാൾ വീണ്ടും വോയിസ് അയച്ചിരിക്കുന്നു, നിങ്ങളുടെ മോനെ നിങ്ങൾ കൊണ്ടുപോകണം, നിർത്താൻ കഴിയില്ല, കോളേജിൽ അവനെ പഠിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെ മോനെ കൊണ്ടുപോകണം. അങ്ങനെ അയാൾ വീണ്ടും ചെന്നപ്പോൾ ഈ ചെറുക്കൻ അല്പം കൂടി, അവൻ്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു, അവൻ്റെ രൂപമൊക്കെ മാറിയിരിക്കുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന സൗന്ദര്യമുണ്ടായിരുന്ന കുട്ടി മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ആ കുട്ടിയുടെ രീതിയൊക്കെ മാറിയിരിക്കുന്നു. അവനെ എപ്പോൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് TC എഴുതി കയ്യിൽ കൊടുത്ത് ഒപ്പിടിച്ചിട്ട് ആ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇവനെ ഇനി നിർത്താൻ പറ്റില്ല, ഇവൻ്റെ കൂടെയുള്ള കൂട്ടുകാർ മയക്കുമരുന്ന് കേസിൽ പെട്ട ആളുകളാണ്, അത് ഉപയോഗിക്കുന്നവരും അത് വിൽക്കുന്നവരുമാണ്, അതുകൊണ്ട് ഇനി നിവൃത്തിയില്ല. ആ ചെക്കനെ കൊണ്ട് വാപ്പ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? കോഴിക്കോട്ടുള്ള ഒരു അഡിക്ഷൻ സെൻറ്ററിൽ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാണ്. അവിടെ അഡ്മിറ്റ് ചെയ്തു 1 മാസം ആ അഡിക്ഷൻ സെൻറ്ററിൽ ഈ കുട്ടിയിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തെ ഡോക്ടർ വാപ്പാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കൊണ്ടുപോകണം, അവനെ ചികിത്സിക്കാൻ കഴിയില്ല, അവനിൽ അത്രത്തോളം ലഹരി കയറിയിരിക്കുന്നു, ഇനി അത് അഡിക്ഷൻ നടത്തിയാലും പോവില്ല, ഞങ്ങൾക്ക് ആവണ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് സമയവും പൈസയും കളയണ്ട, നിങ്ങൾ മോനെ കൊണ്ടുപോയിക്കോളൂന്ന്. സ്വന്തം മോനാ, ഇയാൾ എന്താ ചെയ്യുക? അയാൾ ഈ മോനെയും കൊണ്ടുപോവാണ്. ഈ മോനെ കൊണ്ടുപോയിട്ട് ഇയാൾ വീട്ടിൽ, മോനൊരു പഠിക്കുമ്പോഴില്ല, പുരയിൽ ഇങ്ങനെ ഇരിക്കും, ബാപ്പാനോട് ഇടക്കിടക്ക് പൈസ ചോദിക്കും, കൊടുത്തിട്ടില്ലെങ്കിൽ വയലൻ്റ് ആവും. ഒരു ദിവസം ഈ ബാപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയാണ്. കണ്ണൂർ ഭാഗത്തുള്ള ടീമാ അവർ. പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുക, ബാപ്പ തൊട്ട് പുറകെ മോനും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്ന് ബാപ്പ പറയുകയാണ്, എൻ്റെ മോനിനെ കൊല്ലാൻ വരുന്നുണ്ട്. ബാക്കിൽ ഈ ചെക്കനുണ്ട്. ബാപ്പ സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ ഈ ചെക്കൻ പോയി. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വീട്ടിലേക്ക് വന്നു. ഈ ചെക്കൻ അവിടെ ഉണ്ട്. പോലീസുകാർ പേടിപ്പിച്ചു, അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ആ ചെക്കനൊന്ന് ഒതുങ്ങി. പക്ഷെ വീണ്ടും ബാപ്പാക്ക് നേരെ അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം കഴിഞ്ഞ മാസം ഉമ്മാൻ്റെ ഒരു പഴയ സാരി എടുത്ത് വീട്ടിലെ ഡൈനിങ് ഹാളിലെ കോണിക്കൂടിൻ്റെ മുകളിൽ അവൻ താഴേക്ക് ചാടി തൂങ്ങി മരിച്ചു. ആ ചെക്കൻ ഇപ്പം ഭൂമിയിലില്ല. മരിക്കുമ്പോൾ അവൻ്റെ പ്രായം 19 വയസ്സായിരുന്നു. ഏറ്റവും സുന്ദരനായ ഒരു ചെക്കൻ, ഏറ്റവും മനോഹരമായ ഒരു ചെക്കൻ. അതുകൊണ്ട് മക്കളെപ്പോഴും തെറ്റിപ്പോവുക ഈ മക്കൾക്ക് സാഹചര്യം ഉണ്ടാക്കുമ്പോഴാണ്. സുഹൃത്തുക്കൾ മക്കളുടെ ഏറ്റവും നല്ല സാഹചര്യമാണ്.
ഏത് കുട്ടികളെ കൂടെ ഈ കുട്ടി ഉള്ളത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ കുട്ടി നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ പരീക്ഷൻ്റെ കാലമാണ്, നോമ്പും അതിൻ്റെ കൂടെയാണ്. പെണ്ണുങ്ങൾക്കൊക്കെ തറാവീക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരാവേശമാണ്, ഒക്കെ നല്ലതാണ്. ഒരിക്കലും നിങ്ങളുടെ മക്കളെ, കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തി നിങ്ങൾ തറാവീക്ക് പോവരുത്. പ്രിയപ്പെട്ട സ്ത്രീകൾ, ഞാനിപ്പോൾ ഈ നോമ്പ് തുടങ്ങിയിട്ടൊരു 7 ദിവസമായിട്ടുള്ളൂ. അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തറാവീഹ് നിസ്കരിച്ചിട്ട് 4 റക്അത്ത് കഴിഞ്ഞ് 5-ാമത്തെ റക്അത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തിരഞ്ഞു വന്നത്. പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാ, ഉമ്മനെ തിരഞ്ഞ് സലഫി പള്ളിയിലെത്തി. 6-ാമത്തെ റക്അത്തും കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ ഈ പെണ്ണ് പള്ളിയിനുള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു, ഇവര് ഒരു കാര്യം പറയാണ്ട്. ഉമ്മ ചോദിച്ചു, എന്താ? നിങ്ങളെ വീട്ടിലെ ആൾക്കാർ കൂടിയാണ്. ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, SLC പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണുന്ന കാഴ്ച, മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ നാട്ടുകാർ പിടിച്ചിരിക്കുന്നു. എല്ലാവരും പള്ളിയിൽ പോണ സമയമാണ്, ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങളെ കുട്ടിയെ, നിങ്ങളെ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയില്ല, ആൺകുട്ടിയെ ശ്രദ്ധിക്കാൻ. എല്ലാവരും പള്ളിയിലാണ്. നോമ്പിൻ്റെ സമയത്ത് ആണുങ്ങളൊക്കെ പള്ളിയിലായിരിക്കും, അത്യാവശ്യം ഒരു ദീനുള്ളവരൊക്കെ പള്ളിയിലായിരിക്കും. ആരാ നിങ്ങളെ കുട്ടീനെ ശ്രദ്ധിക്കുക? ഈ വീട്ടുകാരെയും വരുന്നുണ്ടോന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ താമസിക്കുന്ന പരിസര പ്രദേശത്തൊക്കെ സലഫി കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവരും പള്ളിയിൽ പോയിണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടിയൊക്കെ ഉണ്ടാവാതിരിക്കാനാണ്. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിന് 100% അനുകൂലിക്കുന്നു. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പൊൽക്കണം, നിങ്ങൾ ആരാധനകൾ നടത്തണം. പക്ഷേ പെണ്ണിന് പള്ളി നിർബന്ധമല്ല. ആ തറാവീഹ് വീട്ടിലിരുന്ന് നിസ്കരിച്ചാലും മതി. നിങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള സാധ്യതകൾ, കുട്ടികളെ മുഴുവൻ കൂട്ടി നിങ്ങൾ പള്ളിക്ക് വന്നോ എങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. അതുകൊണ്ട് നിസ്കരിക്കാനാണ് എന്ന് വിചാരിച്ച് പടച്ചോനെ ഏൽപ്പിച്ചാണ്ട് കുട്ടികളെ പോരായിട്ട് കയ്യിൽ, ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഈ മാരത്തോൺ ക്ലാസ്സുകൾ, ഇത് കേൾക്കാൻ യൂട്യൂബ് വേണം. ഇപ്പോൾ കുട്ടികൾ യൂട്യൂബിലെ, സ്കൂളിൽ ഒന്നും കുട്ടികൾ പോയി പഠിക്കില്ല, യൂട്യൂബിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടീൻ്റെ കയ്യിലൊരു ഫോണും കൊടുത്ത്, ഇനി ഫോണില്ലെങ്കിലും ആ കുട്ടീനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട്, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഒരിക്കലും പള്ളിയിൽ പോലും പോവരുത്. ആ കുട്ടിയെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. കാരണം 2025 വാർത്തകളിൽ നിറയുന്നതെല്ലാം അപകടങ്ങളാണ്. ഒരു കുട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ? മക്കളെ പോറ്റുമ്പോൾ എൻ്റെ കുട്ടി ഇത് ചെയ്യൂല, എൻ്റെ കുട്ടി ഉഷാറാണ് എന്ന ഒരു അമിതമായ ആത്മവിശ്വാസം ആർക്കും ഉണ്ടാവരുത്. ഏത് നിമിഷവും എത്ര നല്ല കുട്ടിയും തെറ്റിപ്പോകും. അതിന് സാഹചര്യം ഉണ്ടായാൽ മതി. ഈ സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നിസ്കരിക്കാൻ പോലും, പള്ളിയിൽ പോലും നിങ്ങൾ പോണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ കുട്ടീൻ്റെ കൂടെ നിൽക്കുക. കുട്ടി അവിടെ നിന്ന് പഠിക്കട്ടെ. ഇപ്പുറത്തൊരു മുസല്ലട്ട് ഉമ്മ നിസ്കരിച്ചോ, നിങ്ങൾക്ക് അറിയണത് ഖുർആൻ ഓദിക്കോ. നിങ്ങൾക്ക് ഇനി തീരെ അറിയില്ലേ, നിങ്ങൾ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓതി നിസ്കരിച്ചോ. അങ്ങനെ 11 റക്അത്ത് പൂർത്തിയാക്കി ഞങ്ങളെ തറാവീഹ് തീർന്നു. അത് പള്ളിയിൽ വന്ന് ഒരുമിച്ച് നിസ്കരിക്കണമെന്ന് പെണ്ണുങ്ങൾക്കൊന്നും അത്ര നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുട്ടിയെ ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കണം. തെറ്റിപ്പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ പെണ്ണിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. 5-ാമത്തെ നോമ്പിൻ്റെ അന്ന് ഒരു ചെക്കനെ വീട്ടിൽ നിന്ന് പിടിച്ചു, നാട്ടുകാരൊക്കെ കൂടി. ഇനി ആ പെണ്ണിന് പള്ളിക്ക് നല്ല പുറത്തിറങ്ങാൻ പറ്റുമോ? ചിന്തിച്ചു നോക്ക്. വാപ്പ ഗൾഫിലാ. വാപ്പ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ മോളെ അവിടെ പള്ളിക്ക് പോകാൻ? ഈ പെണ്ണിന് എന്താ ചെയ്യുക? ഇപ്പം പള്ളിയിൽ നിന്ന് പോയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അയൽവാസിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആ പെണ്ണിന് പറ്റൂല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാ. അതുകൊണ്ട് കുട്ടികൾക്ക് നശിക്കാനുള്ള സാഹചര്യം, അത് മൊബൈൽ ഫോൺ രാത്രി കൊടുക്കുന്നതാവാം, വീട്ടിൽ ഒറ്റക്ക് നിർത്തുന്നതാവാം. ഞാനും നിങ്ങളും ഒക്കെ വളർന്ന സാഹചര്യമല്ല ഇപ്പോൾ കുട്ടിക്ക് നല്ല സുഖമല്ലേ? കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചെക്കനെ വിളിച്ചിട്ട് ഇവിടെ ആരുമില്ല, ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. എന്തൊക്കെ അവസരമുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ശ്രദ്ധ നമ്മുടെ മക്കളിൽ വേണം. ഏറ്റവും വലിയ സമ്പത്ത്, അമാനത്ത് നമ്മുടെ മക്കളാണ്. ബാക്കിയൊക്കെ പിന്നെയാണ്, ബാക്കിയെല്ലാം പിന്നെയാണ്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ പ്രസവിച്ച, നമ്മൾ പോറ്റുന്ന നമ്മുടെ മക്കളാണ്. ഏറ്റവും വലുതുവരാണ്. അതുകൊണ്ട് അവരെ മാറ്റിവെച്ചുകൊണ്ട്, അവരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടും കാര്യമില്ല. എത്രയോ ഭൂമി വാങ്ങിയിട്ടു ബാപ്പ, മക്കളെ നോക്കാൻ മറന്നുപോയി. ഒരുപാട് സമ്പത്തുണ്ടാക്കി ബാപ്പ, മക്കളെ നോക്കാൻ മറന്നുപോയി.
ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വയസ്സാം കാലത്ത് നിങ്ങൾ പോരേ കുത്തിരിക്കുകയാണ്. മക്കളൊന്നും ശരിയല്ല. നിങ്ങൾക്ക് എപ്പോഴാണ് സമാധാനം കിട്ടുക? ഒരു ചുറ്റികയുമായി ഒരു കത്തിയുമായി നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നേരെ വരും എന്ന് പേടിയുള്ള ഒരു വാപ്പാക്ക്, ഒരു ഉമ്മാക്ക് എങ്ങനെയാ കൂട്ടരെ ഉറങ്ങാൻ കഴിയുക? ഏത് കാലത്താ സ്വൈര്യം സമാധാനം കിട്ടുക? അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല മക്കളുണ്ടോ സമാധാനത്തിൽ ജീവിക്കാം. ഒരു പൈസ നിങ്ങളെടുത്തില്ല, ഒരു സമ്പത്തും നിങ്ങൾ ഉണ്ടാക്കിയില്ല. താമസിക്കുന്ന 5 സെന്റ് വീടും 5 സെന്റ് സ്ഥലവും വീടും മാത്രം, ബാക്കി ഒന്നും നിങ്ങളെ കയ്യിലില്ല. എങ്കിലും നിങ്ങൾ പ്രശ്നമാക്കണ്ട. നല്ല മക്കളുണ്ടോ? ബാക്കിയൊക്കെ മക്കൾ ഉണ്ടാക്കിക്കോളും. വാപ്പാനിമാനും പൊന്നുപോലെ നോക്കിക്കോളും. നിങ്ങൾക്ക് ജീവിതകാലം മരിക്കുമ്പം അവസാനമായി കണ്ണടയ്ക്കുമ്പോഴും സന്തോഷത്തിന് മരിക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, മക്കൾ നന്നായില്ലെങ്കിലോ? നിങ്ങൾ ആലോചിക്കുക, എന്ത് സമാധാനം ഉണ്ടാകുക ആ ഉമ്മാക്ക്, എന്ത് സമാധാനം ഉണ്ടാകുക ആ വാപ്പാക്ക്? അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ് എന്ന ഒരു ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാവണം. അതുകൊണ്ട് ഇസ്ലാമികമായ പാരൻറ്റിങ് എന്നത് ഒതോറിറ്റോറിയൻ പാരൻറ്റിങ് ആണ്. നമ്മൾ മക്കളെ വളർത്തലാണ്, അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കലാണ്, അവരുടെ ശീലങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കലാണ് എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയും നമ്മളെയും ഇതുപോലെ നാളെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.